അടുത്തത്തിന്റെ കാര്യങ്ങള് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ജീവിതത്തിൽ നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞ വാക്യം എഴുതുക. നമ്മൾ യു ക്യാമ്പിൽ ഞാനത് പറഞ്ഞായിരുന്നു തരുന്ന വാക്യം ജെറമിയ 29:11. ഐ നോ ദ പ്ലാൻസ് ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ചായാലും നമ്മുടെ പൊതുവെ ജീവിതത്തെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാം 139:16 സങ്കീർത്തനം 139 വാക്യം അമ്മയുടെ ഉദരത്തിലെ പിണ്ടാകാരമായിരുന്നു കൺഫോംഡ് സബ്സ്റ്റൻസ് തന്നെ ദൈവം നമ്മളുടെ നാളുകളെല്ലാം കണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മള് കഴിഞ്ഞ ദിവസവും വേഴ്സ് വായിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അപ്പൊ ആ പ്ലാൻ അത് ആത്മീയമായിട്ടുള്ള പ്ലാൻ ആണ്. പ്രാഥമികമായിട്ട് നമ്മൾ പഠിച്ച് ഇന്നൊരു നിലയിൽ എത്തണമെന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ നിങ്ങളുടെയൊക്കെ പല പേരൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ മക്കള് വേണ്ടോണം പഠിക്കുന്നില്ല, അവര് പഠിച്ചിട്ട് ഒത്തിരി ഇരുന്ന് പഠിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാവരും മറന്നു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പേരൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് ഒരു അംബീഷൻ, നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു അംബീഷൻ ഉണ്ട്. കർത്താവിന് പ്ലീസിംഗ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എന്റെ അംബീഷൻ എന്ന് ഇവിടെ ബൈബിൾ പറയുന്നത്. 2 Corinthians 5:9 പറയുന്നുണ്ട്. എന്റെ വേർഡ്സ് ഒക്കെ എഴുതി എടുക്കാൻ കേട്ടോ, പെട്ടെന്ന് എടുത്ത് നോക്കാനും പറ്റും. 2 Corinthians 5:9 വാക്യത്തിൽ പൗലോസ് പറയുന്നത് ദിസ് ഇസ് മൈ അംബിഷൻ ടു ബി പ്ലീസിംഗ് ടു ദ ലോർഡ്. മലയാളത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് എഴുതിയിരിക്കുന്നത് 2 Corinthians 5:9. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ അംബീഷൻ കർത്താവിന് പ്ലീസിംഗ് ആയിരിക്കുക, ആത്മീയമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അതിനോടൊപ്പം തന്നെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ പഠിത്തം, നമ്മുടെ ജോലിയിലൊക്കെയുള്ള വിശ്വസ്തത. നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു അഭിരുചിയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു അംബീഷൻ, ഇപ്പം ചിലർക്കാണെങ്കിൽ ടീച്ചർ ആവാനായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി, ചിലർക്ക് നഴ്സിംഗ്, ചിലർക്ക് ഡോക്ടർ, ചിലർക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ്, ചിലർക്ക് അക്കൗണ്ടിങ്. ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ്, ഒരു അഭിരുചിയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ചിലർക്ക് ലാംഗ്വേജസ്, ചിലർക്ക് മാത്സ്, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിരുചിയുണ്ട് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു അംബീഷൻ, എല്ലാ അംബീഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ അവിടുത്തെ പ്ലാൻ ആണ്. കർത്താവിന്റെ പ്ലാൻ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ കുറിച്ച് കർത്താവ് അവിടെ നിന്ന് എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെ അവിടെ നടത്തണം. കർത്താവിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്വയത്തിലുള്ള ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. നമ്മുടേതായ ഒരു സെൽഫ് വിൽ, നമ്മളുടെ ആ പ്ലാൻസ് ഒക്കെ ഒന്ന് ജീവിതത്തിന് സറണ്ടർ ചെയ്ത് കൊടുത്താല് പരിശുദ്ധാത്മ നമ്മളിൽ നിറഞ്ഞ് ദൈവത്തിന്റെ പ്ലാൻസ് നമ്മൾ നിറവേറത്തുള്ളൂ. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്ന ഒരു കാര്യം. എങ്കിൽ നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിലെ വീണ്ടും വീണ്ടും വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. പരിശുദ്ധാത്മ നിറയപ്പെടുന്നതിന് ഒരു ഉറപ്പും കൂടെ നിങ്ങൾ എല്ലാവരും കർത്താവിനോട് ചോദിക്കണം. നമ്മൾ ഒരില്ല, നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഒന്ന് സമർപ്പിച്ച് കർത്താനായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും കർത്താനായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുക. ജസ്റ്റ് നമ്മളുടെ കർത്താവിന്റെ തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ് എല്ലാം കർത്താവിന്റെ ചിന്തകള്, വാക്കുകള്, മനോഭാവങ്ങള്, ജീവിതം, എന്റെ ഭാവികാലം, ഭൂതകാലം എല്ലാം ഞാൻ അവിടത്തേക്കായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ നടക്കണേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോട്, ദാഹത്തോട് കർത്താവിനോട് നമ്മളെ തന്നെ ഓപ്പൺ അപ്പ് ആക്കിയാൽ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മ നമ്മൾ നിറഞ്ഞ് നമ്മളൊരു ദൈവത്തിന്റെ ഒരു സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ നമ്മൾ നിറയുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ബാക്കി ഏത് കാര്യത്തിലായാലും ഒക്കെ ഒത്തിരി അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള കാര്യത്തില് കർത്താവില്ലാതെ പ്ലീസിംഗ് ആയിരിക്കണം. ഇത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു അംബീഷൻ ഉണ്ടായിരിക്കും. നല്ലത്. എനിക്ക് പഠിച്ച് നമ്മളുടെ ഒരു കപ്പാസിറ്റി, നമ്മളുടെ പേരൻസിന്റെ ഫൈനാൻഷ്യൽ ബൗണ്ടറി എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര പേര് പഠിച്ച് എത്ര പേര് എത്താൻ ഒക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നമുക്ക് അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് നമ്മൾ പഠിക്കണം. ആ ഒരു അംബീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്. മറ്റേതാണെങ്കിൽ പഠിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. പേരൻസ് പറയുന്നതുകൊണ്ട് നമ്മളങ്ങനെ ട്യൂഷൻ പോകുന്നു, പഠിക്കുന്നു, കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അങ്ങനെ ആവാതെ ദൈവത്തിന് ഇതിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഞാൻ പേരൻസിന് വേണ്ടി പഠിക്കുമല്ല, മറിച്ച് ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? എനിക്ക് വേണ്ടി എന്ന് മറിച്ച് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ പഠിക്കുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി അത്ര വലിയൊരു കർത്താവിന് അത്ര വലിയൊരു പ്ലാൻ എന്നെ കുറിച്ചുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ കർത്താവിന് മുമ്പാകെ എന്റെ ജീവിതത്തിന് കണക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ മോളെ നിന്നെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ വലിയ പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ ഉഴപ്പി അടിച്ച് നടന്ന്, നീ കറങ്ങി അടിച്ച് നടന്ന്, ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് നീ ഒന്നും പഠിക്കുകയൊന്നും ചെയ്തില്ല, പേരൻസ് അനുസരിക്കുകയൊന്നും ചെയ്തില്ല, അതുകൊണ്ട് നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്ലാൻസ് ഒന്നും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെന്ന് അന്ന് കേൾക്കുവാണെങ്കിൽ അതൊരു വിഷമം ഉണ്ടായിരുന്ന കാര്യമല്ലേ ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ നമ്മളെ സമർപ്പിച്ച് അവിടുത്തെ ശക്തിയും ആ ഒരു ജ്ഞാനവും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയൊക്കെ എനിക്ക് തന്ന് ഈ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് തരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ് ഒക്കെ നമുക്കൊരു അംബീഷൻ വരുമ്പോഴാണ് ആ ഒരു മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റഡി ടെക്നിക്സ് ആയിട്ട് ഞാൻ സാധാരണ ഒരു പലയിടത്തു നിന്ന് ക്രോഡീകരിച്ച കാര്യങ്ങള് ഞാൻ ഒരു 5 പോയിന്റ്സ് ആയിട്ട്, നമ്മുടെ കയ്യിൽ എത്ര വിരലുണ്ട്? ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരലുണ്ട്. അപ്പൊ 5 കാര്യങ്ങള് പറയുക. അതിൽ ഒന്നെന്ന് പറഞ്ഞാല്
ഫുൾ അറ്റൻഷൻ എന്നുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാല് നമ്മള് പഠിക്കുന്ന സമയത്തായാലും, അതായത് ടീച്ചേഴ്സ് നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് എഴുതിയെടുക്കുന്നത് ചെയ്യാൻ കേട്ടോ. ഫുൾ അറ്റൻഷൻ. ഇനിയിപ്പോ അഥവാ അറ്റൻഷൻ പോവുകയാണെങ്കിൽ റീഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഈവൻ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കോൺഫറൻസ് എന്നാണ് എന്റെ വിശ്വാസം അല്ലേ? എല്ലാവരും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരു അംഗന്മാരുടെ അനിമാരോട് പറഞ്ഞ് ജഡ്ജിനോട് പറഞ്ഞെങ്കിലും ഒരു നോട്ട്ബുക്ക് എങ്കിലും സംഘടിപ്പിക്കണം, പേപ്പറെങ്കിലും സംഘടിപ്പിക്കണം. നമ്മളെല്ലാവരും കോൺഫറൻസിന് ഒത്തിരി അംഗന്മാർ ഒത്തിരി അതിനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാം കൂടെ ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ നമ്മൾ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും മൊബൈല്, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് നോട്ട്സിനകത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിരുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് സൗകര്യം, ചിലർക്ക് എഴുതുന്നതായിരിക്കും. ഏതാ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മള് ക്ലാസ്സിൽ നിങ്ങളെ ഇപ്പൊ നിങ്ങളെല്ലാവരും എന്നെ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ഹാപ്പി. ഇത്രയും ഉച്ച കഴിഞ്ഞുള്ള ഈ ഒരു സമയമാണെങ്കിൽ പോലും നിങ്ങൾ അതുപോലെ സീരിയസ് ആയിട്ട് എല്ലാം ഗൗരവമായിട്ട് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സസിൽ, നിങ്ങളുടെ സ്കൂളിലോ കോളേജിലും പഠിക്കുന്ന പിള്ളേരുണ്ട് അല്ലേ, പഠിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ സ്റ്റഡി ടെക്നിക്സിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ അറ്റൻഷൻ. എപ്പോഴും ടീച്ചർ എന്താ പറയുന്നതെന്നുള്ള കാര്യം ഫുൾ അറ്റൻഷനോട് കൂടി നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മനുഷ്യനെ ചിലപ്പോ ഒന്ന് ചിന്ത ഒന്ന് മാറി പോവോ, ഇപ്പൊ വൈകിട്ട് ഇരുമ്പോ അമ്മ എന്തായാലും സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ കൂട്ടുകാര് അവരെന്തെങ്കിലും വിളിക്കുവോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിലപ്പോ ഒരു ചിന്ത വന്നു പോകാനില്ല. നിങ്ങളൊക്കെ എങ്ങനെ ഭയങ്കര സ്റ്റുഡിയസ് ആകാൻ നിങ്ങൾക്കൊന്നും അങ്ങനെ ചിന്തകൾ വരുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഡിസ്ട്രാക്ഷൻ വരാം. നമുക്ക് പെട്ടെന്ന് ചിലപ്പോ ക്ലാസ്സിന് വെളിയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ടീച്ചർ ചിലർ കണ്ണ് തുറന്നോട്ട് ഉറങ്ങുന്നു ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉള്ളതൊക്കെ തമാശയായിട്ട് നമ്മുടെ എക്സ്പേർട്സ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ ഫുൾ അറ്റൻഷൻ, അഥവാ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ തന്നെ തിരിച്ചതിന് റീഫോക്കസ് ചെയ്യണം. പിന്നെ അറ്റൻഷൻ ഫുള്ള് കൊടുത്ത് അത് ഫുൾ അറ്റൻഷൻ റീഫോക്കസ് ആണ്. പിന്നെ അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ്, ക്ലാരിഫൈ ഡൗട്ട്സ്, മനസ്സിലാക്കി പഠിക്കണം. വെറുതെ മകത്ത് ചെയ്ത് പഠിക്കുമ്പോഴാണ് പെട്ടെന്ന് മറന്നു പോകുന്നത്. അപ്പൊ നമ്മള് എന്താ ഈ പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ അല്ല എന്നുള്ളൊരു കാര്യം നമ്മളത് മനസ്സിലാക്കി പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് അതിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചോ, അല്ലെങ്കിൽ അറിയാവുന്ന ഫ്രണ്ട്സിനോടോ, അല്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ ടീച്ചറോടോ ആരോടൊന്നും ചോദിച്ചാൽ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് പഠിക്കുന്നു. അത് രണ്ടാമത്തെ. പിന്നെ ഇന്ററാക്ടിംഗ് വിത്ത് ദ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോലെ ഞാൻ കുറച്ചുകൂടെ വിപുലമായിട്ട് അടുത്ത 2-3 സ്ലൈഡിൽ കാണിക്കാൻ പോവാം. ഇന്ററാക്ടിംഗ് വിത്ത് ദ സബ്ജക്ട് അല്ലെങ്കിൽ ഡിഗിങ് ഡീപ്പ് ഇൻ ടു ദ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഇരിക്കുവാന്നിരിക്കട്ടെ. അപ്പം അതിന്റെ ഒരു ഓവറോൾ പിക്ചർ സർവേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചാപ്റ്ററിന് പല സബ് ഡിവിഷനും കാര്യങ്ങളൊക്കെ കാണും അല്ലെ. അപ്പൊ അതിന്റെ ഹെഡിങ്സും കാര്യങ്ങളൊക്കെ ഒരു ഓവറോൾ ഒരു പിക്ചർ നമ്മൾ എന്തൊക്കെ ഇതിനകത്ത് പറയുന്നേ. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ, ബയോളജി ആണെങ്കിൽ അങ്ങനെ, ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ ഇംഗ്ലീഷോ മലയാളമോ മാത്സോ ഹിന്ദിയോ ഇവ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഓവറോൾ ഒരു പിക്ചർ, ഒരു സർവേ എന്ന് വെച്ചാൽ എന്താ ഇതിനകത്ത് പറയുന്നതെന്നുള്ളൊരു കാര്യം നോക്കുക. പിന്നെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു കഥ പഠിക്കുക, അപ്പം നമുക്ക് ഒരു പിക്ചർ ടി വിയിലൊരു നമ്മൾ കാര്യങ്ങൾ കാണുന്നത് പോലെ അതൊന്ന് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുന്നു. ആ ഒരു കഥയായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ ബയോളജിയിൽ നമ്മൾ ചില സെല്ലിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കട്ടെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു 3D പിക്ചർ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കും. പിന്നെന്താ, സോൾവ് പ്രോബ്ലംസ്. ഇപ്പം മാത്സും കെമിസ്ട്രിയും ഫിസിക്സിനും ഒക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ നോക്കി പഠിച്ചാൽ എല്ലാം അറിയാൻ തോന്നും. പക്ഷെ നമ്മൾ ചെയ്ത് ഫോമിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴാണ് എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്ക് ആവാൻ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുന്നു. അത് ഈ ഡിഗിങ് ഡീപ്പ് നോട്ട് ഡൗൺ കീ വേർഡ്സ്. നമ്മളിന്ന് ഇപ്പൊ ഒരു പാരഗ്രാഫ് നമ്മൾ പെട്ടെന്ന് വായിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഇങ്ങനെ ഒരു പാരഗ്രാഫ് പെട്ടെന്ന് വായിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ബുക്കൊന്ന് മടക്കിയിട്ട് എന്തൊക്കെയാ അതിനകത്ത് വായിച്ച കീ വേർഡ്സ് നമ്മളൊന്ന് നമ്മളൊന്ന് എഴുതാനോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനോ ഒക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം എല്ലാം ഓർമ്മ കാണത്തില്ല. അപ്പൊ പിന്നെ നമ്മളൊന്നുകൂടെ നോക്കിയിട്ട് ഏതൊക്കെയാണ് നമ്മൾ മിസ്സായി. അപ്പൊ അത് ഒന്നുകൂടെ അത് ഓർമ്മയിലിരിക്കും. അതായത് ആ കീ വേർഡ്സ് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ വിത്ത് ഡിഫറെന്റ് ഇങ്സ്. ഇപ്പം കുറച്ചുകൂടെ ഡെഫിനേഷൻ ആയിട്ട് പഠിക്കേണ്ടത് നമ്മളൊരു മഷി പേന വെച്ച് അണ്ടർലൈൻ ചെയ്യുന്നു. ചില കാര്യങ്ങൾ ന്യൂ ടൈപ്പ് ആയിട്ട് ഫില്ലപ്പ് ദ ബ്ലാങ്ക്സിൽ വരുന്ന കാര്യങ്ങൾ ഓരോരുത്തർ നിങ്ങൾ ഓരോ ലെവലിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ അതിനനുസരിച്ച് അണ്ടർലൈൻ ചെയ്ത് ആ കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നു. പിന്നെ ഡ്രോ ഡയഗ്രാംസ്. ചിലതൊക്കെ ആണെങ്കിൽ ഡയഗ്രാംസ് വരച്ച് പഠിക്കേണ്ട, ഡയഗ്രാംസ് വരയ്ക്കാൻ ചോദിക്കുന്ന ടെക്സ്റ്റുകളാണ്. അപ്പൊ നമ്മൾ നോക്കി പഠിച്ചാൽ നമുക്ക് അറിയാൻ തോന്നും. പക്ഷെ നമ്മൾ പരീക്ഷിക്കുന്ന വരയ്ക്കുമ്പോഴായിരിക്കും ചെക്കായി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഡയഗ്രാംസ് ഒക്കെ വരച്ച് അടയാളപ്പെടുത്തിയൊക്കെ പഠിക്കാൻ നോക്കുന്ന കാര്യം. പിന്നെ എക്സ്ട്രാ റീഡിങ്, ആ കാര്യത്തെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ലൈബ്രറിയിൽ നിന്ന് ബുക്സിലോ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എന്തെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ആണെങ്കിൽ
അതിന്റെ ആ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ തറവായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. എക്സ്ട്രാ റീഡിങ്, പിന്നെ അറിവുള്ള വാക്കുകൾ ഡിക്ഷണറിയുടെ ഹെൽപ്പ് നോക്കുന്നു. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി, അപ്പൊ ഗ്രൂപ്പായിട്ട് പഠിച്ചെന്ന് കത്തിയടിക്കാൻ വേണ്ടിയല്ല, എന്നാൽ കുറച്ചുകൂടെ ചെറു കണക്കിന് ഫ്രണ്ട്സുമായിട്ട് അതേ പേസിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിപ്പിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് അതേഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ടു ലേൺ ഈസ് ടു ടീച്ച് അതേഴ്സ്. നമ്മളത് പഠിച്ചിട്ട് വേറെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്തോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ തറവാകും. പിന്നെ ഫോമിങ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഇവിടുന്ന് പരീക്ഷയ്ക്ക് എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ വർക്കിംഗ് ഔട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്തിൻ ദ ടൈം ഫ്രെയിം. അതൊരു പരീക്ഷയ്ക്ക് ഒത്തിരി അടുത്തിരിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജോലിസിനോട് പറയുമായിരുന്നു, പരീക്ഷ ഒത്തിരി അടുത്തപ്പോൾ പിന്നെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നും വേറെ ഒത്തിരി ഗവേഷിച്ച് പഠിക്കാൻ സമയം ഇല്ലാത്തൊരു സമയമായിരിക്കട്ടെ, പരീക്ഷ ഒത്തിരി അടുത്തു. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ അതിനൊന്ന് എഴുതിയത് നോക്കി അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് എന്തൊക്കെ മിസ്സായി പരീക്ഷയ്ക്ക് ചോദ്യം വരുവാണെങ്കിൽ എങ്ങനെ പഠിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പഠിക്കും. പക്ഷെ ഒന്നും തലയിൽ കയറാതെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല. അപ്പൊ ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മളത് എങ്ങനെ ക്വസ്റ്റ്യൻസിന് ആൻസർ എങ്ങനെ എന്തൊക്കെ പോയിന്റ്സ് എങ്ങനെയൊക്കെ എഴുതിയാൽ മാക്സിമം മാർക്ക് കിട്ടും എന്നുള്ള കാര്യമൊക്കെ നോക്കി. പിന്നെ യൂസ് അക്രോണിംസിന്റെ ഒരു എക്സാമ്പിള് ഇവിടെ വിബ്ജിയോർ എഴുതിയിരിക്കുന്നത്. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ എന്തുവാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞാൽ മഴവില്ലിന്റെ കളേഴ്സ് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു അക്രോണിം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കോഡായിട്ട് പല കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ഇത് വരുമ്പോൾ ഇത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടേതായ ഒരു കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ അത് ഡിഗിങ് ഡീപ്പ് ഇൻ സബ്ജക്റ്റിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു. നാലാമത്തെ പോയിന്റ് അപ്പൊ നമ്മൾ ആദ്യം ഫുൾ അറ്റൻഷൻ റീഫോക്കസ് പറഞ്ഞു, പിന്നെന്താ അണ്ടർസ്റ്റാൻഡിംഗ് കോൺസെപ്റ്റ്സ്, ക്ലാരിഫൈ ഡൗട്ട്സ് പറഞ്ഞു. മൂന്നാമത് ഡിഗിങ് ഡീപ്പില് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നാലാമത് പ്ലാൻ, ഓർഗനൈസ് ആൻഡ് കോറിലേറ്റ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ആപ്പിൽ കളഞ്ഞാല് അളന്ന് കളയാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സമയമുണ്ട് പഠിക്കാൻ. അപ്പം ഒരു 50 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്ന് പറയുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒരു 45-50 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5-10 മിനിറ്റ് പഠിച്ചിട്ട് 50 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന കാര്യമല്ല പറയുന്നത്, തിരിച്ചല്ലേ. 50 മിനിറ്റ് പഠിച്ചിട്ട് 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് അങ്ങനെ. അപ്പൊ ഒന്ന് നമ്മൾ ആ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് മോൻ കഴിയിട്ട് വരുന്നു, നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് നടന്നിട്ട് വരുമോ എന്താ ഒരു കുറച്ച് ഡീപ് ബ്രീതിങ് എക്സസൈസ്, ആഴത്തിൽ ഫുള്ള് ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നു, അങ്ങനെ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ വന്നിരുന്ന് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഷെഡ്യൂൾ, എത്ര ദിവസം എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ബാക്കി പഠിക്കാനുള്ള സമയം അതുപോലെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത്, ഇപ്പൊ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കമ്പ്യൂട്ടർ ഫോൾഡറിൽ നമ്മൾ എല്ലാം കൂടെ ഒത്തിരി ഫയൽസ് എല്ലാം കൂടെ ഇടുവാണെങ്കിൽ പിന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമായിരിക്കും. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, പക്ഷേ എങ്കിലും അത് കണ്ടുപിടിക്കാൻ, പക്ഷെ അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്ന് പറയുന്നത് പോലെ നമുക്കിപ്പോൾ 5 സബ്ജക്ട് ഉണ്ടെങ്കിൽ 5 ഫോൾഡർ, അതായത് ഒരു സബ്ജക്റ്റിനകത്ത് ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്ര സബ് ഫോൾഡർ എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിൽ കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ റിട്രീവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ പിന്നെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുക. പ്ലാൻ, ഓർഗനൈസ്, കോറിലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, കോറിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ളത് പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിലോട്ടാണ് വരുന്നത്. അപ്പൊ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് കോറിലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ അന്ന് പഠിച്ചത് ഇത്രയാ, ഇതിനകത്ത് കുറച്ചുകൂടെ പോയിന്റ്സ് ഉണ്ട്, അപ്പൊ അതുമായിട്ട് നമ്മളൊന്ന് കോറിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ റിവിഷൻ, 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് നമ്മളെല്ലാം സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും കുറേയൊക്കെ മറന്നു പോകും. പിന്നെ ടീച്ചർ 1 മണിക്കൂർ പഠിച്ച് ആ പീരീഡ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം, പെട്ടെന്ന് മറിച്ച് നോക്കാം, വീട്ടിൽ വന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നെ വീക്കെൻഡിൽ ആ വീക്ക് മൊത്തം പഠിച്ച് എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് പിന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആ ഒരു റിവിഷൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിത്തത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ആങ്സൈറ്റി പ്രോബ്ലംസോ? ഇത് ഞാനിപ്പോഴും പറയുന്ന ഒരു ചെറിയൊരു, ഞാൻ തന്നെ എന്റെ റിക്വസ്റ്റിൽ എന്റെ ക്ലയന്റ് ഡിസൈൻ ചെയ്ത ഒരു ഫോട്ടോ ഫ്രെയിം ഭാരം ചുമന്നുള്ളവര് ഞാൻ ആശ്വസിപ്പിക്കാന്നുള്ള വാക്യം. നമ്മൾ ഇതുപോലെ ഭാരം ചുമന്നുകൊണ്ടിരിക്കുക, പയ്യനെ പോലെ ഭാരം എല്ലാം കർത്താവിനെ ഇട്ട് കൊടുക്കുമ്പോൾ
ഇപ്പൊ സൂര്യനെ പോലെ ഒരു ട്രസ്റ്റിലേക്ക്, ഒരു സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുവരാനൊക്കെ എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും സിമ്പിളായിട്ട് ഹോസ്പിറ്റൽ പറയാൻ വേണ്ടി, പേഷ്യൻസിനോടൊക്കെ ഹോസ്പിറ്റൽ പറയാൻ വേണ്ടി ഈ ഒരു ഫോട്ടോ ഫ്രെയിം അവിടെ കൺസിഡറേഷൻ റൂമിൽ വെക്കാറുണ്ട്. പിയർ പ്രഷർ എന്ന് പറയാൻ എന്താ? പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഓ, ഇവിടെ ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ് സോ നമ്മളുടെ കൂട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദം. ഇപ്പം എല്ലാവരും നമ്മളോട് ചില കാര്യങ്ങൾ, നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ എല്ലാവരും കൂടെ, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ നിങ്ങളോട് പറയുമോ, ഇപ്പൊ എക്സ്കർഷൻ നിങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു, ഇപ്പം അപ്പൊ ഇത് കാണുക, അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യും, അത് അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്കത് നമ്മുടെ പേരൻസ് അറിയാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ, എന്തോ ചില മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം അതുപോലെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മനസാക്ഷിയിൽ നിരക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് തോന്നുന്ന കാര്യങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഡു ഇറ്റ്, ഗോ ഓൺ, കം ഓൺ പ്ലീസ് അതൊക്കെ പറഞ്ഞ് ഓരോരുത്തരും നിർബന്ധിക്കുമ്പോൾ എങ്ങനെയാ നമ്മള് റെസിസ്റ്റ് ചെയ്യുന്നത്? സ്നേഹ പറഞ്ഞാട്ടെ. What I found best was, I'm sorry, I can't do it. Yeah. My parents won't allow me. That's what my parents. Yeah. Pressurized to just say, "Appa, I won't allow." Yeah. Very good. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മോഡൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ഉണ്ടല്ലോ, സോറി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അസർട്ടീവ് ആയിട്ട് ചില കാര്യങ്ങൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാം. അസർട്ടീവ്നെസ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾ ഒക്കുപേഷൻ തെറാപ്പിസ്റ്റുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുവെച്ചാല് ആക്ട്സ് 2:25 വായിക്കാവും. അപ്പോസ്തലരുടെ 2:25 പിന്നെ ഇതിൽ സഹായിച്ചൊരു വാക്യമാണ്. പണ്ട് ഒരു കോട്ടയത്തിൽ പബ്ലിക് മീറ്റിംഗിൽ സാക്ബർ ഈ ഒരു വേഴ്സ് ഷെയർ ചെയ്യുന്ന ഞാൻ ആ വാക്യങ്ങൾ പിന്നെ പലപ്പോഴും ഈ ഒരു ക്രിസ്ത്യൻ ഗ്രേറ്റ് ഓവർകം ഡിപ്രഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് പലയിടത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. ആക്ട്സ് 2:20 അപ്പോസ്തലരുടെ 2:25 വാക്യാവോ, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കുകകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. അപ്പൊ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, ആ പബ്ലിക് മീറ്റിങ്ങിനെ ബ്രദർ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളിലുള്ള കോളേജിലുള്ളവരെല്ലാം ഒരു വശത്ത്, നമ്മൾ മാത്രം ഇപ്പുറത്തെ വശത്താന്നിരിക്കട്ടെ, നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് ഒരു വശത്ത്, നമ്മൾ മാത്രം നമ്മളെ ഒറ്റപ്പെടുത്തി നിൽക്കട്ടെ. പക്ഷെ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹു ഈസ് ആക്ച്വലി ദ മെജോറിറ്റി, ആരാ യഥാർത്ഥത്തിലുള്ള മെജോറിറ്റി? നമ്മളാണ്. ആ ഒരു ബോധ്യം എന്ന് വെച്ചാല് നമ്മള് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, നമ്മള് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമുക്ക് ഉണ്ടെങ്കിൽ, കർത്താവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ബാക്കിയുള്ളവര് ഒത്തിരി പേര് നമുക്ക് എതിരായിട്ട് പല കാര്യങ്ങൾ പറയാൻ കാണും. അപ്പൊ ആ സമയത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആ മെജോറിറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് പറഞ്ഞതുപോലെ സോറി ഐ കനോട്ട് ഡു ഇറ്റ്, എനിക്ക് പറ്റത്തില്ല, സിനിമയ്ക്ക് വിളിക്കുക, ഞങ്ങളെല്ലാം സിനിമയ്ക്ക് പോകും, നിങ്ങളിവിടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ടാത്ത ചില വീഡിയോസോ പിക്ചേഴ്സോ ഒക്കെ കാണാൻ വേണ്ടി നിർബന്ധിക്കുന്ന, അല്ലെങ്കിൽ ചില സബ്സ്റ്റൻസ്, ഇപ്പം പറഞ്ഞ സിഗരറ്റ് പരീക്ഷിച്ച് നോക്കി, അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് എടുക്ക്, അതിലിപ്പോ നീ ആണാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത ചില കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങള്, അങ്ങനെയൊക്കെയുള്ള ചില പ്രഷറും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഓപ്പറേറ്റ് ആയിട്ട് അതൊക്കെ പറയണം. സോറി നോ, എനിക്കത് വേണ്ട, അച്ഛനും അമ്മയും സമ്മതിക്കാത്തോട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ അവര് നമ്മളെ കളിയാക്കുമായിരിക്കും. പിന്നെ ഇപ്പം പലപ്പോഴും യുവാക്കൾ ചോദിക്കുന്ന കാര്യം, ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോൾ ബാക്കിയുള്ളവര് കർത്താവിനായിട്ട് എടുക്കുന്ന സ്റ്റാൻഡ് കൊണ്ട് നമ്മളെ കളിയാക്കുന്നതാണ്. അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളുടെ ഓരോ വീക്ക്നെസ്സും, ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു ഷൈ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് നമ്മളുടേതായ ചില മാനറിസംസോ ഒക്കെ കാരണമൊക്കെ നമുക്ക് ചില കളിയാക്കലുകളൊക്കെ നേരിടുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ഓവർകം ചെയ്യുന്നത്? ആരെങ്കിലും നിങ്ങൾ പറയാമോ എങ്ങനെ? ഡാനി, can you say people insult you? How would you face that? Heavenly places, Ephesians 2:6-7. അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത് എഫേസ്യർ 2:6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 6-7 എന്ന് പറയാൻ കാരണം വെച്ചാൽ മലയാളത്തിൽ 6 ഇംഗ്ലീഷിൽ 7 തോന്നുന്നു, ഇത് രണ്ടും. അതുകൊണ്ട് ഞാൻ 6-7 ഓർത്തിരിക്കുന്നു. എഫേസ്യൻസ് 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ് വിത്ത് ക്രൈസ്റ്റ്. അപ്പം ബാക്കിയുള്ളവരിപ്പം ഇന്ന് തന്നെ ഒരു സഹോദരൻ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർ കളിയാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഫേസ് ചെയ്യുന്നത്?
ഈ ലോകത്തിൽ ഈ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മളെ മാത്രമായിരിക്കും കളിയാക്കുന്നത്, ബാക്കി വേറെ ഫ്രണ്ട്സിനെയും കളിയാക്കലും അതും ഒക്കെ കാണുമായിരിക്കും. കളിയാക്കുന്നവരുടെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഒന്നുകിൽ നമ്മളെ ഒന്ന് ദേഷ്യപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുക. either to make us irritated or to make us sad. നമ്മൾ അത് രണ്ടും ആവുന്നില്ലെങ്കിൽ ഈ കളിയാക്കുന്നവരെ എന്നെ ചമ്മിപ്പോവും. അവിടെ അത് നിർത്തിക്കൊടുത്തു. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ എന്നവിടെ മര്യാദ വിളിക്കുന്ന സമയത്ത് എന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞാടെന്ന് വിളിക്കുന്ന ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി എനിക്കൊരു സന്തോഷമാണ് മനസ്സിലായി പുള്ളിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങനെ കളിയാക്കുമ്പോൾ നമ്മൾ അതിന് നമ്മൾ സന്തോഷത്തോടെ ആയിട്ട് അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നമ്മളതിന് കൂളായിട്ട് എടുക്കുമ്പോ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നില്ല, നമ്മൾ ഡിസ്കറേജ്ഡ് ആവുന്നില്ല കാണുമ്പോൾ അവര് തന്നെ ചമ്മിപ്പോവും. അവര് തന്നെ നിർത്തി. ഇപ്പൊ അവര് കുറച്ച് നിർത്താൻ കുറച്ച് സമയമില്ല. കർത്താവിനെ അവരെന്തൊക്കെയാ വിളിച്ചിട്ടുള്ളത്? ഇപ്പൊ കർത്താവിനെ തന്നെ നമ്മള് ഇപ്പൊ തന്നെ വിക്ടോറിയ വേഴ്സസ് ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് 11 ഗ്ലട്ടണസ് മാൻ, ഡ്രങ്കേർഡ്, തീറ്റിപ്രിയൻ, കുടി എന്നൊക്കെയാ കർത്താവിനെ വിളിച്ച്. പിന്നെ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഡീമൺ പൊസസ്ഡ് എന്നും ബെൽസെബൂൾ ഇതെല്ലാം ഹീസ് ഔട്ട് ഓഫ് സെൻസസ്. അങ്ങനെന്തോ കുഴപ്പമുണ്ട്. മാർക്ക് 3:21 നമ്മൾ വായിക്കുവാണെങ്കിൽ കർത്താവ് ആഹാരം പോലും കഴിക്കാതെ എല്ലാവരോടും ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബന്ധുക്കളെ കുറിച്ച് ഹിയാസ് ഗോഡ് ഔട്ട് ഓഫ് സെൻസസ്. ഇതിനെന്തോ തലക്കെന്തോ കുഴപ്പമുണ്ട്, ഇവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം അന്നത്തെ ഭാഷയിൽ അവർ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആദ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുമ്പേ പോയിട്ടുണ്ട്, ഈ യേശു കർത്താവ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ കൂടെ ഉണ്ട്. ഐ എം സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഉള്ളവരോട് വരുമ്പോൾ നമ്മളെ നമ്മളെ pray for those who mistreat you എന്നെവിടാ പറയുന്നേ? ലൂക്ക് 6:28 പറയുന്നുണ്ട്. ലൂക്കോസ് 6:27-28 വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അറിയാമോ? ലൂക്ക് 6:27-28 എന്തൊക്കെയാ പറയുന്നേ? ലവ് യുവർ എനിമീസ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുകയും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. നമ്മൾ ഒരാളെ മിസ്ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ ഒരാളെ മിസ്ട്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ ബോസ്, നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു ബോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഒത്തിരി വഴക്ക് പറയും, ശാസിക്കുകയോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുകയോ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തെന്നിരിക്കും. അപ്പൊ ആ സമയത്ത് എങ്ങനെ അത് ഓവർകം ചെയ്യുന്നു? വിതൗട്ട് ദ ലോർഡ്സ് നോളജ് ആൻഡ് പെർമിഷൻ നത്തിങ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്. അതായത് അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിച്ചില്ല. ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മൾ ചിലപ്പം ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അസൈൻമെന്റ് ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. പക്ഷെ ഓക്കെ ഇപ്പൊ ഇതൊക്കെ ലൈഫിലൊരു പാർട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലരുടെ പെരുമാറ്റം, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില സംഭവങ്ങള്. അപ്പൊ നമുക്ക് ചിലപ്പം ഒരു എക്സാമിന് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ചൊരു റാങ്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ചൊരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഇപ്പം മാരേജിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എന്തെങ്കിലുമൊക്കെ ചില ചെറുതും വലുതുമായിട്ടുള്ള ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ആ സമയത്ത് എന്താ നമ്മൾ പറയണ്ടേ? ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ദൈവത്തിന്റെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഇവിടെ താഴ്ത്തുന്നത് അവിടുത്തെ ആത്മാവിനെ നടക്കണം. ലവ് ദാറ്റ് പേഴ്സൺ. നമ്മളെ ആരെങ്കിലും മിസ്ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കാനും, അവരെ ബ്ലസ് ചെയ്യാനും, അവരെ അനുഗ്രഹിക്കാനും, ഗോഡ് ബ്ലസ് യു എന്ന് പറയാനും, പിന്നെ അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും പാര വെക്കുന്ന കൂട്ടുകാരന്മാരുണ്ട്, കൂട്ടുകാരികളുണ്ട്, നമ്മളെ കുറിച്ച് എപ്പോഴും ഗോസിപ്പ് പറയുന്നത്, നമ്മളെ കുറിച്ച് എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു യു ക്യാൻ ഡു സംതിങ് ഗുഡ് ടു ഹെൽപ്പ് ദം ഓർ സംതിങ് ദാറ്റ് ക്യാൻ മൂവ് ദെയർ ഹാർട്ട്. ഇപ്പം തമിഴ്നാട്ടിലെ ആദ്യ സഹോദരി തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം ജിനീഷൻ എടുത്ത് പറഞ്ഞു. ചില കുടിയനായ ഭർത്താവ് ഇങ്ങനെ അടിച്ചൊക്കെ ഇരിക്കും. പക്ഷെ പുള്ളിക്കാരന്റെ പ്രാർത്ഥിക്കുന്ന ഞാൻ എന്തെങ്കിലും കുറവുകൊണ്ടാണ് ദൈവത്തിന് പ്രകോപനം ഉണ്ടായി എന്നുള്ളൊരു കാര്യം. ആ രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും അവർക്ക് നന്മ ചെയ്യാനോ അവർക്ക് പ്രാർത്ഥിക്കാനോ ഒക്കെ ചെയ്യുന്നു. ഓക്കെ, ഗോഡ് വിൽ ടേൺ തിങ്സ്. ഗോഡ് വിൽ ദൈവം അതൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുകയും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ ഒരു പിയർ പ്രഷർ അതുപോലുള്ള. പിന്നെ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിന്റെ കാര്യം, ലവ് വേഴ്സസ് ഇൻഫാച്വേഷൻ. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ കുടുങ്ങി എന്തെങ്കിലുമായിട്ട് കിടക്കുന്നവരല്ലെന്ന് എന്റെ വിശ്വാസം. പക്ഷെ എങ്കിലും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓമന ഒരു പേര് ക്യാമ്പസുകളിൽ സ്കൂളുകളിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാല് ലവ് അഫെയർ എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. ഇപ്പൊ റിലേഷൻഷിപ്പ് എന്നാണ് സാധാരണ പറയുന്നത്. നമ്മൾ നോക്കുമ്പോ എല്ലാ ബോയുടെ കൂടെ ഒരു ഗേൾ, എല്ലാ ഗേളിന്റെ കൂടെ ഒരു ബോയ്, അങ്ങനെ ഒരു രീതിയില ഒരു കപ്പിൾസ് മാതിരിയാണ് ഓരോരുത്തര് ട്രെയിൻ യാത്ര പോകുന്നതും പിന്നെ അവര് സ്കൂളിലോട്ട് ക്യാമ്പസിലോട്ടൊക്കെ പോകുന്നതൊക്കെ.
അപ്പൊ ഇന്ന് ആസ് എ ക്രിസ്ത്യൻ, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, വാട്ട് ഷുഡ് ബി അവർ ടെസ്റ്റിമണി? നമ്മള് ഒരു ഇതെന്താ, ഒരു മാഗ്നറ്റിന്റെ രണ്ട് പിക്ചർ ഈ കാണുന്നത്, സൗത്ത് പോൾ നോർത്ത് പോൾ. സൗത്ത് പോളും നോർത്ത് പോളും കൂടെ അടുത്ത് വെച്ചാല് ഇപ്പൊ അത് ടച്ച് ചെയ്തെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ഒരു ഹെൽത്തി ഡിസ്റ്റൻസ്, ഒരു ആരോഗ്യകരമായ ഒരു അകലം പാലിക്കുക എന്നുള്ളത്. ചേർച്ചിലൊക്കെ നിങ്ങൾക്ക് നല്ല മാതൃക കാണുമായിരിക്കും. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ ബാക്കി എല്ലാവരും ഒന്ന് തൊട്ടുവരുമയും വർത്താനം പറയും, കൂടെ കെട്ടിപ്പിടിച്ച് നടക്കും. എല്ലാവർക്കും ഇതാവില്ല, അപ്പൊ എനിക്ക് മാത്രം ഒരു കൂട്ടുകാരനില്ല, കൂട്ടുകാരനില്ല എന്നൊക്കെയുള്ള ഒരു തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ചിലരെ കാണുമ്പോൾ അപ്പൊ അവരോട് ഒന്ന് മിണ്ടിയാൽ കൊള്ളാന്നുണ്ട്, ഒന്ന് ചാറ്റ് ചെയ്യാം, ചിലർ ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നു. അങ്ങനെ ചീറ്റ് ചെയ്ത് ജീവിതം തന്നെ ചീറ്റി പോകുന്ന ഒത്തിരി എക്സാമ്പിൾസ്, ഒരു ട്രാജഡീസ് നമ്മുടെ ചുറ്റുന്നവരുണ്ട്. ഈ ഓരോരുത്തർ കൗൺസിലിംഗ് വരുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഏർപ്പെട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ പത്രം ഒന്നും വായിക്കാറുണ്ട്? ചില പത്രം ഒരു ദിവസം പത്രം വായിച്ചാൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളായി, ട്രാപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ബോധം വരും. ചില നമ്മളുടെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൺപിള്ളേരാവട്ടെ പെൺപിള്ളേരാവട്ടെ അത് അങ്ങനൊന്നും ആയിരിക്കത്തില്ല. അതൊക്കെ വളരെ ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഫ്ലഷ് ഭയങ്കര ഡിസെപ്റ്റീവ്. അപ്പൊ ഈ ഒരു പോസ്റ്റ് പ്യൂബർട്ടൽ ടൈം മുതൽ പ്യൂബർട്ടി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബോഡിയിൽ ഈ റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഒക്കെ, സെക്സ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറോട് സ്വാഭാവികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അതിന്റെ മേലെ ആക്ട് ഔട്ട് ചെയ്യാൻ നിന്നാൽ ഭയങ്കര ട്രാജഡിയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ശരി, അതൊക്കെ ഒരു ടെംപ്ടേഷനായിട്ട് കാര്യങ്ങളൊക്കെ വരട്ടെ വരാം. പക്ഷെ നമ്മളിപ്പോ ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യാനും മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഇടർച്ച ഉണ്ടാവാതിരിക്കുവാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇൻഫാച്ചുവേഷൻ ഈസ് ബ്ലൈൻഡ്, മാരേജ് ഇസ് ആൻ ഐ ഓപ്പണർ എന്ന് ഞാൻ ആദ്യം ഇവിടെ വായിച്ചു. നമ്മുടെ സാങ്ക്ബേറിന്റെ പുസ്തകത്തില് ഏതാ സെക്സ് ലെവൻ മാരേജ് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും? അപ്പൊ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം. സെക്സ് ലെവൻ മാരേജ് ക്രിസ്ത്യൻ അപ്രോച്ച് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിനകത്ത് ഇത് തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇൻഫാച്ചുവേഷൻ എന്ന് പറഞ്ഞൊരു മോഹമല്ലേ, പെട്ടെന്ന് കാണുമ്പോഴത്തേക്കാണ് അയ്യോ ഹീസ് ദ പേഴ്സൺ അല്ലെങ്കിൽ ഷീസ് ദ പേഴ്സൺ എന്ന ബാക്കി അത്രയും ഐഡിയൽ ആയിട്ടുള്ള കുട്ടിനോട് ഭയങ്കര സ്നേഹം. അതിനോട് ഇപ്പോഴും എന്നെ വിളിക്കും, എനിക്ക് വേണ്ടി എല്ലാം ഗിഫ്റ്റ്സ് വാങ്ങിച്ചു, എനിക്ക് അത് എനിക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും അങ്ങനെ ആപ്പാടെ ഒന്നും വല്ലാതെ അത് കാരണം പിന്നെ ഭയങ്കര ആൻസൈറ്റി, ഡിപ്രഷൻ, പിന്നെ ബ്രേക്കപ്പ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്ന ഈ ഇത്രയും സ്നേഹിക്കുന്ന നിർമ്മല പ്രണയിക്കുന്ന ആളിന് വേറെ പലരെയും പുള്ളി ഇതുപോലെ സ്നേഹിക്കുന്ന കാര്യം പിന്നീടായിരിക്കും തിരിച്ചറിയുന്നത്. ഒത്തിരി കൗൺസിലിംഗ് ചെയ്ത് ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണെങ്കിലൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് പേര് ഇതുപോലെ പിന്നെ ഉറക്കമില്ല, സൂയിസൈഡൽ അറ്റംപ്റ്റ്, കയറ്, അത് പറഞ്ഞിട്ട് മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചെടുത്തോണ്ട് വന്ന് അങ്ങനെയൊക്കെ നിൽക്കുന്നു. ആർക്കും ആ ഒരു ഇവൻ നമ്മുടെ ചർച്ചിൽ തന്നെയും പല കുഞ്ഞുങ്ങളും ഇതുപോലെ ലവ് അഫെയർ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയി അവിശ്വാസികളെ ചെന്ന് കല്യാണം കഴിച്ചിട്ട് പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്നവരും ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ തന്നെ വളരെ ട്രാജിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള ബാഡ് എക്സാമ്പിൾസ് അത് കണ്ടറിയാൻ പക്ഷേ നമുക്കറിയത്തില്ല. അവരുടെ ആ സാഹചര്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിലൊരു പാഠം ഉൾക്കൊള്ളണം. ശരിയാണ്, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും ജോലി ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് എല്ലാത്തിനും നോ പറയാനും നിങ്ങളുടെ പേരൻസിനെ മറച്ച് നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങള് അത് അവോയ്ഡ് ചെയ്യുക. പേരൻസ് അറിയരുത് എന്ന് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ചില ടെംപ്ടേഷൻസ് കാണാം. അപ്പൊ അതിനർത്ഥം എന്താ, അതിനെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അതിന്റെ ഒരു കാര്യം. എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ ഉത്സാഹിക്കണം. ഇപ്പൊ പേരൻസിനോട് പറഞ്ഞാൽ അവര് ഒത്തിരി ബഹളം വെക്കുന്നു, അവര് മനസ്സിലാക്കത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും എന്നോട് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. എന്റെ നമ്പർ ഡോക്ടർ സന്ദീപ് എറണാകുളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടർ സന്ദീപ് സൈക്കാട്രിസ്റ്റ് കേരള ഗൂഗിളിൽ സെർച്ച് ചെയ്ത നമ്പർ ഉണ്ട്. ചിലരൊക്കെ ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട്. പ്ലാൻ റീച്ച് ഔട്ട് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഈ കാര്യം വേറെ പല കാര്യങ്ങളും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുന്നതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ അതില് എൻറ്റാങ്കിൾഡ് ആയി അങ്ങനെ അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ അഥവാ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻറ്റാങ്കിൾഡ് ആണെങ്കിൽ അതങ്ങനെ ഒരു ബ്രേക്ക് ഓഫ് ചെയ്ത് പിന്നെ ഒരു മാരേജബിൾ ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ വാല്യൂ ഉള്ള ബോണഗനായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു താല്പര്യ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് എൽഡേഴ്സിനോടോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ എന്താ ചെയ്യണ്ടേ. ഒരു മാരേജബിൾ ഏജ് എന്ന് പറഞ്ഞാൽ ആൺപിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ജോലിയൊക്കെ ആയി 26, 27, 28 വയസ്സെങ്കിലും ആയിട്ട്, പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 22, 23, 24 അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രായം ആകുന്നിടം വരെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ചോദിക്കാം. നിങ്ങളിത് പാത്തും മറച്ചും ആരോടും അറിയാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീർപ്പ് മുട്ടാതെ
ആരെങ്കിലുമായിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ചർച്ചിലെ എൽഡേഴ്സിനോട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന ആരും ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കാൻ റീച്ചായിട്ട് മീ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ഏരിയ മാത്രമല്ല അതുകൊണ്ട് എന്തെങ്കിലും സ്ട്രഗിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എല്ലാവരും ഒരു കാര്യമാണ് ഈ ആൻസൈറ്റി, സ്റ്റേജ് ഫിയർ, ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ഇന്റർവ്യൂ അങ്ങനെയൊക്കെ ഉള്ള ഇതിലൊക്കെ ഒന്ന് ഭയങ്കര വെപ്രാള, ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? സ്റ്റേജ് ഫിയർ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? സ്റ്റേജ് ഫിയർ ബാക്കി നാളെ ആളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാനും ചിലപ്പോൾ നമുക്ക് ഇന്റർവ്യൂ നന്നായിട്ട് പഠിക്കുന്നവരൊക്കെയായിരിക്കും, പക്ഷേ ഇന്റർവ്യൂ തന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ടെൻഷനും വെപ്രാളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ള ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യുന്ന വെച്ചാൽ ഈ ആൻസൈറ്റിയുടെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ വി ആർ സീക്കിംഗ് മാൻസ് ഓണർ. ആൻസൈറ്റിയുടെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ അതേഴ്സ് തിങ്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നമ്മള് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു കാര്യം പലപ്പോഴും നമ്മളെന്നെ ടെൻഷൻ എടുപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ആ ഒരു തോട്ട് പാറ്റേൺ നമ്മളങ്ങ് മാറ്റണം. ബാക്കിയുള്ളവർ എന്തും വിചാരിക്കട്ടെ. ഇപ്പൊ നമുക്കിപ്പം നമ്മൾ എഴുതിയിരുന്ന സംസാരിക്കുന്ന ചർച്ചിൽ തന്നെ, അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നിങ്ങൾ യങ്സ്റ്റേഴ്സിനെ തന്നെ നമ്മുടെ ചർച്ചിലെ അടിമാരെയൊക്കെ നിങ്ങൾ യങ്സ്റ്റേഴ്സ് മുമ്പിൽ വന്ന് ടെസ്റ്റിഫൈ ചെയ്യാനും വചനം പറയാനും വേഴ്സ് മെമ്മറൈസ് ചെയ്ത് പറയാനൊക്കെ എഗ്രി ചെയ്തതിന്റെ കാരണം എന്താ? അത് തന്നെ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവും. എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെ പേടിക്കും, അവരെന്ത് വിചാരിക്കുമോ, ഞാൻ എഴുതിയിട്ട് പറയുമ്പോൾ എനിക്ക് വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ കളിയാക്കിയത് എന്ത് ചെയ്യും, വിചാരിക്കേണ്ട കാര്യമില്ല. വി ആർ ഹൂ വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഐ ആം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് 1 Corinthians 15:9 15:9 ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഞാൻ എന്താകുന്നു അതാകുന്നത് ദൈവകൃപയാലാകുന്നു. 1 Corinthians 15:9 വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ദൈവകൃപയാലാണ് നമ്മളായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രശ്നമുള്ളത് ഇവര് ആൻസൈറ്റി, ടെൻഷൻ, അവരെ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. അപ്പം നമുക്ക് ടെൻഷൻ, വെപ്രാളൊക്കെ. പക്ഷെ നമ്മൾ ദൈവമുമ്പാകെ ഒരു സീറോ ആയിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുകയും പ്രത്യേകം എവിടെ ആത്മാവിനെ നിറയ്ക്കണം, അവിടുത്തെ സാന്നിധ്യത്തിന്റെ കൂടെ ഉണ്ട്. ഐ എം ലിവിംഗ് ബിഫോർ യുവർ പ്രസൻസ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആൾക്കാർ എന്നെ കുറിച്ച് എന്തെങ്കിലും കളിയാക്കി പറഞ്ഞാലോ അവരെല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചാലോ ഒന്നും സാരമില്ല. ഓക്കെ, അവര് പാർട്ട് ഓഫ് ലൈഫ്. അങ്ങനെ വിചാരിച്ച ആ മൊത്തത്തിൽ അതേഴ്സ് തിങ്ക് എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങൾ മാറ്റുമ്പോഴാണ് നമുക്ക് ആ ആൻസൈറ്റിയുടെ ഒരു റൂട്ട് അങ്ങ് മാറുന്നത്. പരിശുദ്ധാത്മ നമ്മളുടെ അറിയുമ്പോഴാണ് ശരിക്കും ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ വേയിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഫോൺ അഡിക്ഷന്റെ പിക്ചറ് ഈ കാണുന്നതിലെ ഒരു പയ്യനെ അച്ഛന് ഫാദർ ഇട്ട് പിടിച്ച് വലിക്കും, അവിടുത്തെ കാണുന്നില്ലേ അവിടെ ഇവര് കണ്ണെപ്പോഴും ആ സ്ക്രീനിലോട്ട്. സ്ക്രീൻ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി ഫോണ്, ഇപ്പൊ നിങ്ങളുടെ പേരൻസ് എനിക്ക് ഫോൺ തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫോൺ എടുക്കണ്ടേ, എന്തെങ്കിലും ഒരു സെൻസ് ഓഫ് പർപ്പസോടുകൂടി ആയിരിക്കണം ഫോൺ എടുക്കേണ്ടത്. നമുക്കൊരു വാട്സാപ്പിൽ ഇപ്പൊ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെയും കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ന്യൂസ് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജസ് വന്നിട്ടുണ്ടോ, ഇപ്പൊ എന്തെങ്കിലും ഒരു സെൻസ് ഓഫ് പർപ്പസ് വേണ്ടി ആയിരിക്കും നമുക്കിപ്പം ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു സെൻസ് ഓഫ് പർപ്പസ്, അതായത് എന്തോ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ ഫോൺ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ വെറുതെ ഒന്ന് ഇത് നോക്കാം, അത് യൂട്യൂബ് നോക്കുന്നു, അത് നോക്കുന്നു, അങ്ങനെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്ക് ഏതാണ്ട് പല ഗോസിപ്പോ പിന്നെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ഫോണിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ ടൈം അതിന് ഒത്തിരി എന്നതായിട്ട് പോകും. അപ്പം നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതൊരു ഫ്രീ ടൈമിൽ ജസ്റ്റ് കാര്യങ്ങൾ ഒരു ഉപയോഗത്തിനായിട്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ സൂപ്പർവിഷനിൽ നിങ്ങൾ അത് ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സെൻസ് ഓഫ് പർപ്പസോട് കൂടി തന്നെ അത് ഫോൺ ഉപയോഗിക്കുന്നു, അത് ഇത്ര സമയം അതൊന്ന് മോണിറ്റർ ചെയ്യുന്നു. ചില ആപ്പുകൾ, നിങ്ങളുടെ ചില സോഷ്യൽ മീഡിയ ആപ്പുകൾ നിങ്ങളുടെ സമയം ഒത്തിരി വേസ്റ്റ് ചെയ്യുന്നത് തോന്നുവാണെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇതൊക്കെ അവസാനിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ഡിസിപ്ലിൻ ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ പേരൻസിനും ബാക്കി എല്ലാവർക്കും ഒരു എല്ലാം കാണുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി ഡേഞ്ചറസ് ട്രാപ്സിൽ നിന്നൊക്കെ രക്ഷിക്കാൻ അതൊക്കെ സഹായിക്കും. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്കുള്ള കാര്യം ഫാഷന്, സ്റ്റൈല്, ടാറ്റു, പോപ്പുലാരിറ്റി, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒന്ന് സ്റ്റൈൽ ആവാൻ വേണ്ടി ഈ ഒരു പ്രായത്തിൽ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മുടിയൊക്കെ വേറെ രീതിയിലൊക്കെ ആക്കി വെക്കുന്നു, വേറെ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫാഷനും കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കർത്താവ് നമ്മളെ രക്തം വിലയായിട്ട് കൊടുത്ത് വാങ്ങിയിട്ടുള്ളവരാണ്. കർത്താവിന്റെ രക്തത്തിന്റെ വില എന്താണ് നമ്മൾ കേട്ടു. കർത്താവ് എത്രമാത്രം സഹിച്ച കർത്താവിന്റെ ശരീരത്തിന്റെ രക്തം മുഴുവൻ നമുക്കായിട്ട് വിട്ട് തന്നത്. അത്രയും സഹിച്ച ആ രക്തത്തിന്റെ വിലയായിട്ട് കർത്താവിനെ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതല്ല കർത്താവിനുള്ളതാണ്. 1 Corinthians 6:19-20 വാക്യങ്ങളിൽ അത് പറയുന്നത്, ഐ ആം നോട്ട് മൈ ഓൺ, the Lord has purchased me, so therefore glorify God in your body. 1 Corinthians 6:19-20 വാക്യങ്ങളാണ്. കർത്താവിനെ രക്തം വിലയായിട്ട് കൊടുത്ത വാങ്ങിച്ച, രക്തത്തിന്റെ വിലയായിട്ട് തന്നെ വാങ്ങിച്ചെന്ന് എവിടെ പറയുന്നത്.
ഫസ്റ്റ് ഫീറ്റ് 118 എന്താ പറയുന്നത്, ഫസ്റ്റ് ഫീറ്റ് 118 എന്താ പറയുന്നത്, ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫാഷന് പോപ്പുലാരിറ്റി ലോകത്തിന്റെ ആ ഒരു താളത്തിനനുസരിച്ച് നമ്മൾ താളം തുള്ളാതെ ഇരിക്കാനും, പിന്നെ ബ്ലൈൻഡ് ഇമിറ്റേഷൻ, ബാക്കിയുള്ളവർ അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു, അപ്പൊ അതുകൊണ്ട് ബ്ലൈൻഡ് ഇമിറ്റേഷൻ ഇസ് ബാഡ്. പിന്നെ റെക്ലെസ് അഡ്വഞ്ചർ, ഭയങ്കര സാഹസമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഈ യുവാക്കളായിരിക്കുമ്പോൾ ഒരു ത്വര, അതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ ചെന്ന് തലയെഴുത്തൊക്കെ നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള റെക്ലെസ് അഡ്വഞ്ചർ ഇസ് ഫൂൾസ് അസ് ആ ഒരു കെയർലെസ്നെസ് മാറി എല്ലാത്തിലും ഒരു കോഷ്യസ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കുന്ന കാര്യം. പിന്നെ റിച്ച് വേഴ്സസ് പുവർ, ലോകത്ത് നമ്മളെപ്പോഴും അവർക്ക് അതുണ്ട് ഇവർക്ക് ഇതുണ്ട്, അവർക്ക് അവരുടെ വീട്ടില് അത്രയും വലിയ ഫെസിലിറ്റീസ് ഉണ്ട് എനിക്കിതില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് നമ്മള് നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നും ഇല്ലാത്ത ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അനാഥാലയങ്ങളിലും പിന്നെ തെരുവോരങ്ങളിലും ഒക്കെ സ്ലം ചിൽഡ്രനും കാര്യങ്ങളും ഒക്കെ ആഹാരത്തിന് തന്നെ വകയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മള് വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വി ഹാവ്. നമുക്ക് അങ്ങനെയുള്ള റിസോഴ്സിനെ കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അവർക്ക് അതുകൊണ്ട് എനിക്കത് വേണം, അവരുടെ വീട്ടിൽ ഇത് അവരുടെ പപ്പയും മമ്മി ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് എന്റെ ഫ്രണ്ട്സിന് ബൈക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്കത് വേണം, എന്റെ ഫ്രണ്ട്സിന് ഇന്ന ബ്രാൻഡ് ഷൂസ് ഉണ്ട് എനിക്കത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് നമുക്ക് എന്തെങ്കിലും ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവരോട് പറയുന്നതോട് തെറ്റില്ല. പക്ഷെ അവർ പറയും അങ്ങനെ അത് ഇപ്പൊ വേണ്ട, നമുക്ക് ആലോചിക്കാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ഞാൻ നോക്കി വാങ്ങിച്ചു തരാം. നമ്മൾ പേരൻസിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും അങ്ങനെയുള്ള കാര്യമുണ്ട്. പിന്നെ ലോകത്തിന്റെ റാറ്റ് റേസിന്റെ പിന്നാലെ പോകാതെ പിന്നെ ഓരോ ഇടങ്ങളിലുള്ള ഒരു ആർഗ്യുമെന്റേറ്റീവ് ഫൈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്കൂളിലൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ അവർ തമ്മിലുള്ള ഫൈറ്റും അങ്ങനെയൊക്കെയുള്ള ചില സമരങ്ങള്, ഫൈറ്റ്, റിബല്യൻ, പേരൻസിനെതിരെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെതിരെയോ അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ, റിബല്യൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓഫീസില് അതുപോലെയൊക്കെയുള്ള ചില വഴക്ക് പ്രശ്നങ്ങള്, ചേരിപ്പോരുകള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന കാര്യങ്ങള്, ബാക്കിയുള്ളവരെല്ലാം താഴെ ആക്കിയിട്ട് ഞാൻ മേലെ പോകണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാതെ നമ്മള് ഹൗ വി ഹാവ് ടു ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. എത്ര റിച്ച് ആണെങ്കിലും പൂർ ആണെങ്കിലും അവസാനം ഈ ഒരു 6 അടി മണ്ണ് അതുകൊണ്ട് കുഴിയെ കാണത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഓർക്കുന്നത് നല്ലത്. പിന്നെ പേഷ്യൻസ് ഇസ് ഓൾസോ എ ഫോം ഓഫ് ആക്ഷൻ. ചില കാര്യങ്ങള് യുവാക്കളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങള് ദൈവം പെട്ടെന്ന് ആൻസർ ചെയ്യണം, ഒന്നിനും നമുക്കൊരു ക്ഷമയില്ല, അല്ല പെട്ടെന്ന് നടക്കണം, പെട്ടെന്ന് ഈ കാര്യങ്ങൾ എനിക്ക് അത് വേണം ഇത് വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു പേഷ്യൻസ് അത് പരിശുദ്ധാത്മാവിനൊരു ഫലത്തിന്റെ പാർട്ടായിട്ടാണ് പറയുന്നത്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ജീവൻ നമുക്ക് തരുമ്പോൾ ആ ദൈവത്തിന്റെ യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ആ സ്വഭാവത്തിന്റെ ഒരു പാർട്ട പേഷ്യൻസ്. എല്ലാത്തിനും നമ്മള് വെറുതെ ഇങ്ങനെ സാമൂഹ്യത്തിലിരിക്കണം എന്നില്ല, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പേഷ്യൻസ്, ഒരു ക്ഷമ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ദൈവം സ്പീഡായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രോംപ്റ്റിംഗ് തരുന്നു. നമ്മൾ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ കേസിനനുസരിച്ച് നമ്മൾ സ്പീഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്പീഡായിട്ട് ചെയ്യണം. പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരു ഫ്രീഡം അനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ അത് മുമ്പോട്ട് മൂവ് ചെയ്യണം. പേഷ്യൻസിന്റെ ഓപ്പോസിറ്റ് ഇമ്പൾസിവിറ്റി, എല്ലാം എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ഇടപെടലിൽ എടുത്തിയാടി അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ വിചാരിക്കാതെ മുതിർന്നവരുടെ കാര്യങ്ങളൊക്കെ നാലുപേരും ചോദിച്ചു ആ ഒരു ഇമ്പൾസിവിറ്റി കാര്യങ്ങളൊക്കെ യുവാക്കളായിരിക്കുമ്പോൾ ഒരു ത്വരയായിരിക്കും, പെട്ടെന്ന് ഓരോ കാര്യത്തിലൊക്കെ എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്ത്. ഗുഡ് തിങ്സ് ടേക്ക് ടൈം ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയുള്ളവരായിട്ട് ഇരിക്കുന്ന കാര്യം. നമ്മള് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, name them one by one and it will surprise you what the Lord has done. നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഭയങ്കര അതൃപ്തിയും ഭയങ്കര പരാതിപ്പെടുകയോ എനിക്ക് അതില്ല, എനിക്ക് അങ്ങനെയല്ല, അവർക്ക് അതുണ്ട്. നമുക്ക് എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നതിന് ദൈവത്തിന്റെ കാര്യം. കോവിഡ് ഒക്കെ ആയിരുന്നപ്പോൾ എത്രയോ പേര് ശ്വാസം കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ട്. എത്രയോ പേർക്ക് കാഴ്ചയുടെ പ്രോബ്ലം ഉള്ളവർ, കേൾവിയുടെ പ്രോബ്ലം ഉള്ളവർ, കൈ പ്രോപ്പറായിട്ട് അനക്കാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രയാസത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള ഹെൽത്ത് ആവട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനെ കുറിച്ച് നമ്മുടെ നന്ദിയുള്ളവരായിരിക്കും. പരിശുദ്ധാത്മാ നമുക്ക് ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് തരും. We are grateful, we are thankful for the little blessings God has given us. We'll be able to praise God and all that. God gives grace to the humble. നമ്മൾ എപ്പോഴും ചർച്ച കേൾക്കുന്ന കാര്യം ബീങ് ഹംബിൾ. ഹംബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ എന്തോ ഒരു ഹംബിളായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നില്ല, മറിച്ച് ദൈവത്തിന് മുമ്പായിട്ട് ജസ്റ്റ് എ സീറോ. നത്തിങ്, യു ആർ എവറിത്തിങ്. യു ഫിൽ മീ വിത്ത് യുവർസെൽഫ്. ഹ്യൂമിലിറ്റി. അതെ, നമ്മൾ ദൈവമുമ്പാകെ ഒരു സീറോ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ God gives grace to the humble, God's strength, power of the Holy Spirit എല്ലാം
നമ്മളെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എവിഡന്റ് ആയിട്ട് നിറയ്ക്കും. ഓണസ്റ്റി ഇറ്റ് ഇസ് സ്റ്റിൽ ദ ബെസ്റ്റ് ക്വാളിറ്റി. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പറയും, പക്ഷെ ബേസിക് ആയിട്ട് ചില സത്യസന്ധത, നമ്മള് എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് പറ്റി, അപ്പൊ ഒരു കള്ളം പറഞ്ഞ എസ്കേപ്പ് ആവാൻ നോക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഡിസോണസ്റ്റി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സാക്ഷി പിന്നെ നമുക്ക് നല്ല ഗുഡ് ക്ലീൻ കോൺഷ്യൻസ് നമുക്ക് കാണത്തില്ല. ആ ഡിസോണസ്റ്റി, അങ്ങനെയുള്ള സത്യസന്ധത ഇല്ലായ്മ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളഞ്ഞ് എന്താ പറയുക, നമ്മുടെ ഇനി കുറവുണ്ടെങ്കിൽ അത് ബി ഓണസ്റ്റ് അബൌട്ട് എല്ലാം നമ്മളെല്ലാവരും വിളിച്ചു പറയണമെന്നല്ല, എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ട് പറയാനും അങ്ങനെയൊക്കെയുള്ള ഓണസ്റ്റി ഈസ് സ്റ്റിൽ ദ ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായി, ഈ സ്ലൈഡ് കണ്ടിട്ട് കോപ്പി അടിക്കുന്നത് മനസ്സിലായി. പരീക്ഷയ്ക്കൊക്കെ അതൊരു ഡിസോണസ്റ്റിയാ അല്ലെ, നമ്മളെ പഠിച്ചത് കൂടുതലൊന്ന് എഴുതാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും ചോദിച്ചെഴുതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിന് മുമ്പായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. റെസ്പെക്ടിങ് അതേഴ്സ്, ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുവാണെങ്കിൽ തന്നെ മുതിർന്നവരെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംസാരവും ദേഷ്യവും ഒക്കെ. ചിലപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ പേരൻസിനോട് എങ്ങനെ സംസാരിക്കുന്നത്, എങ്ങനെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് അങ്ങനെ അല്ല എന്നുള്ളൊരു കൺവിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പേരൻസിനോട് എന്ത് സോറി കഴിക്കും. അപ്പൊ മമ്മി ഞാൻ അത് റെസ്പെക്ട്ഫുൾ ആയിട്ട് പറഞ്ഞല്ല അന്ന് സംസാരിച്ച് സോറി എന്ന് പറയാം. അത് ബഹുമാനത്തോട് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്ട് ചെയ്തില്ലേ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ഒക്കെ ഓണർ ഓൾ മെൻ. ഫസ്റ്റ് 217 ഓണർ ഓൾ മെൻ, എല്ലാവരെയും ബഹുമാനിക്കും. ഇപ്പൊ വിഷയക്കാരനാണെങ്കിലും നമ്മൾ ആരെയും അപമാനിക്കാനോ അല്ലെങ്കിൽ ആരെയും കളിയാക്കാനോ മറ്റുള്ളവരെ കളിയാക്കിച്ചിരിക്കാനോ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്ലഷ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് നമ്മൾ റിപ്പൻഡ് ചെയ്യണം. ഒരുത്തന്റെ ആ ഒരു അവസ്ഥ നമുക്ക് അറിയത്തില്ലല്ലോ. ഡെയർ ടു ഷെയർ, കുഞ്ഞുങ്ങളെ ആ പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഇല്ലാത്ത ആൾക്കാർ അതുപോലെ ഷെയർ ചെയ്യാനൊക്കെ വില്ലിങ് ആയിരിക്കും. പക്ഷെ നമ്മളുള്ള ആൾക്കാർ നമ്മളുടെ ദൈവം തരുന്ന അനുസരിച്ച് അനുസരിച്ചൊക്കെ നമുക്കുള്ള കാര്യങ്ങൾ ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനോ, പൈസ തന്നെ ആയിരിക്കണമെന്നില്ല, നമുക്ക് നമ്മുടെ ടൈമോ നമ്മൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നമ്മുടെ ചർച്ചില് ഇപ്പൊ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഒക്കെ പല കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല കാര്യങ്ങളായിട്ട് ചെയ്യുന്നവരോ റെക്കോർഡിംഗ് ഭാഗി ചെറിയ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള പല ഹെൽപ്പുകളും നമ്മള് ഇങ്ങനെ ചർച്ചിലാവട്ടെ, വീട്ടിലാവട്ടെ, ബാക്കി നമ്മുടെ ഫ്രണ്ട്സിനിടയിലാവട്ടെ, അങ്ങനെ ഒരു ഹെൽപ്ഫുൾ ആറ്റിറ്റ്യൂഡ്. കർത്താവ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടന്നു. എവിടെ വായിക്കുന്നേ, ഈ വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്, ആക്സ് 10:38 വളരെ വായിക്കുന്നത്. ആക്സ് 10:38 പത്രോസ് യേശുവിനെ പരിചയപ്പെടുത്തി പറയുക നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടാണ്. അത് എവിടെ പോയാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ഉത്സാഹിക്കുന്ന ഷെയറിങ്, കെയറിങ്, അവരുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ അവരുടെ കൈൻഡ് വേർഡ്സ്, നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഇപ്പം പുറമേയൊക്കെ നമ്മൾ ബാക്കിയുള്ളവരിലൊക്കെ ഇത് നന്നായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ പപ്പയോട് മമ്മിയോട് നമ്മളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെയാ. മദർ തെരേസ എന്ന് പറയുന്നത് ഗോഡ്ലി വുമന്റെ ഒരു ഫോട്ടോയായിട്ട്, കൈൻഡ് വേർഡ്സ് ക്യാൻ ബി short. Kind words can be short and easy to speak, but their echoes are truly endless. അത് ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്യാനും ബാക്കിയുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും ദൈവത്തോട് സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മീ എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യം, how will it affect others എന്നുള്ള കാര്യം ചിന്തിക്കാൻ. ചാരിറ്റി, ഹെൽപ്പിംഗ് അതേഴ്സ്. എംപതി എന്ന് വെച്ചാൽ എന്താ, എബിലിറ്റി ടു ഫീൽ അതേഴ്സ് ഫീലിങ്സ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യമൊന്നുമില്ല, പക്ഷെ ബാക്കി നമ്മുടെ പേരൻസ് ഇതുകൊണ്ട് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ചർച്ചിലെ എൽഡേഴ്സ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അവരുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവരുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന, അവർക്ക് വളരെ പ്രയാസം, എന്തെങ്കിലും ഒരു ദുഃഖത്തിനായിരിക്കും നമ്മുടെ ഫ്രണ്ട്. അപ്പൊ ആ സമയത്ത് encourage that person to empathize with that person, or how he will feel. ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വീട്ടില് എന്തെങ്കിലും പ്രശ്നം നടന്നു, അവരോടൊന്ന് എൻകറേജിംഗ് ആയിട്ട് സംസാരിക്കുന്നത്. Holy Spirit has to give us an empathy to feel for that person. പിന്നെ ലാക്ക് ഓഫ് മെന്റേഴ്സ് ആൻഡ് റോൾ മോഡൽസ് ഇന്നത്തെ ഒരു പ്രോബ്ലംസ് ആണ് നമ്മളുടെ. നമുക്ക് നിങ്ങൾക്ക് ലുക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന മുതിർന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തന്നെയോ നിങ്ങളുടെ പേരൻസിനോട് തന്നെ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിലെ അങ്ങനെ നിങ്ങൾക്ക് ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂത്ത് ലീഡറോ എൽഡറോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആരോടെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്ന് നിങ്ങളുടെ സ്ട്രഗിൾസോ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. പിന്നെ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തുറന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയൊരു ഗൈഡൻസ് ഹെൽപ്പ് ഒക്കെ ആയിരിക്കും. നമ്മുടെ പേരൻസിനോട് പറയാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ചിലപ്പോൾ പേരൻസിന് പറയാൻ അത്ര ഫ്രീഡം ഇല്ലെന്നുണ്ടെങ്കിൽ
ആരോടെങ്കിലും നിങ്ങൾ മുതിർന്ന ഒരാളോട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനും സംശയങ്ങൾ ചോദിക്കാനും ഗൈഡൻസ് എടുക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും വിഷമം വിചാരിക്കരുത്. വേറെ എന്താ പറയണ്ടേ, ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി ക്രൈസിസ് നമ്മൾ ആരാന്നുള്ളതിനെ കുറിച്ചൊരു നമുക്കൊരു കൺഫ്യൂഷൻ. ഞാൻ അങ്ങനെയാണോ, എനിക്ക് അവരെ പോലെ ആവണം, ഇതാവണം. ടൊമാറ്റോ ഒരു എക്സാമ്പിൾ, അങ്ങനെ വെജിറ്റബിൾ ഒരു ഫ്രൂട്ട്, ഒരു ടൊമാറ്റോ, ഒരു തക്കാളി പറയും ഞാനൊരു പച്ചക്കറിയാണോ അതോ പഴമാണോ ഫ്രൂട്ടാണോ? അപ്പൊ അതൊരു ഐഡന്റിറ്റി ക്രൈസിസ്. വളർന്നു വരുന്ന പ്രായത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചില ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ യഥാർത്ഥത്തില് വേർഡ് ഓഫ് ഗോഡിലുള്ള നമ്മുടെ ഒരു ബെസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജോൺ 13:23 എടുക്കാവോ? യോഹന്നാൻ 13:23 യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ ഐഡന്റിറ്റി പറയുന്നുണ്ട് അവിടെ. യോഹന്നാൻ 13 23 വാക്യം എന്താ അവിടെ പറയുന്നത്? യോഹന്നാൻ അപ്പോസ്തലന്റെ ഐഡന്റിറ്റി ആയിട്ട് എന്താ അവിടെ പറയുന്നത്? ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്ത് യേശുവിനെ മാറിടത്ത് ചാരിക്കൊണ്ടിരുന്നു. യേശു സ്നേഹിച്ച ഒരുവൻ, ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്. ജോണിന്റെ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ യേശു സ്നേഹിച്ച ഒരുവൻ എന്നുള്ളതാണ് ജോണിന്റെ ഐഡന്റിറ്റി. അപ്പൊ നമുക്ക് ഈ ലോകത്തില് ഇതൊക്കെ ഉള്ള ഒരു ഐഡന്റിറ്റി അല്ല, മറിച്ച് കർത്താവിലുള്ള ഒരു ഐഡന്റിറ്റി. യേശു സ്നേഹിക്കുന്ന ഒരു മകളാണ് ഞാൻ, യേശുവിന്റെ ഒരു പൈതലാണ്, യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. അങ്ങനെ നമ്മളെ കുറിച്ചൊരു ഐ ആം ദ ലോർഡ്സ് ബിലവഡ്, ഞാൻ എന്റെ കർത്താവിന്റെ പ്രിയയാണ് എന്നുള്ള ഒരു ബോധ്യം. അങ്ങനെ ഒരു നമ്മളെ കുറിച്ച് തന്നെ ഒരുപാട് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ അവരെ പോലെയല്ലോ, ഇവരെ പോലെയല്ലോ, എനിക്ക് അവരുടെ അത്ര നീളമില്ല, എനിക്ക് അവരുടെ അത്ര കളറില്ല, എനിക്ക് അവരുടെ അത്രയും സൗന്ദര്യമില്ല, എനിക്ക് അവരുടെ മറ്റേ അത്രയും ലുക്സ് ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കോംപ്ലക്സുകളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പലർക്കും ആണെങ്കിൽ ഇപ്പം അവരുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഈ വേഴ്സ് എനിക്ക് പരിചയമുണ്ട്. ജോൺ 15:9 ഇവിടെ കർത്താവ് പറയുക, ജസ്റ്റ് ആസ് ദ ഫാദർ ഹാസ് ലവ്ഡ് മീ ഐ ഹാവ് ഓൾസോ ലവ്ഡ് യു, അബൈഡ് ഇൻ മൈ ലവ്. പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ യേശു പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ സ്നേഹത്തിൽ വസിക്കുകയും. യോഹന്നാൻ 15:9 വാക്യം പിതാവിനെ സ്നേഹിക്കുന്നു. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ യേശു പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹത്തിൽ നമ്മൾ റൂട്ടഡ് ആവുന്നതാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി. ഇതാ ഒരു സെൽഫിഷ്, ഹോപ്പ്ലെസ്, കെയർലെസ്, പലതരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ, ഭയങ്കര ആൻസൈറ്റി, ടെൻഷൻ, വെപ്രാളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒരു ലോ സെൽഫ് എസ്റ്റീം, നമ്മളെ കുറിച്ച് നമുക്കൊരു മതിപ്പില്ലാത്തൊരവസ്ഥ. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്, ഐ എം നോട്ട് ടാലന്റഡ് ഇനഫ്, ഐ എം നോട്ട് പ്രിറ്റി ഇനഫ് എന്നൊക്കെയുള്ള ഓരോ തോന്നലുകളും കാര്യങ്ങളൊക്കെ വരാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മള് വല്ലാതെ ചമ്മി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് വല്ലാതെ എംബാരസ്ഡ് ആയി പോകുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാനൊരു ഇത്രയേ ഉള്ളൂ, ഐ എം വെരി സ്മോൾ, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ദാറ്റ് ഇസ് നോട്ട് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ദൈവമുമ്പാകെ നമ്മൾ സീറോ എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അയ്യോ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട്, എനിക്ക് അത്രയും പറ്റത്തില്ല, എന്നെ കൊണ്ട് ഒരു സെൽഫ് പിറ്റി മാതിരി ഒരു സ്വയ സഹതാപം, അത് ഒരു ക്രിസ്ത്യൻ വേർച്യു തന്നെ. മറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, എന്താ സാധാരണ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ എന്താ, ഒരു 5 വിരലുണ്ടെങ്കിൽ 5 എങ്ങനെ 5 പോലെ ഇരിക്കും അല്ലെ? ഇപ്പൊ ഈ തള്ളവിരല് പോലെയാണ് ഈ ചൂണ്ടുവിരല്. അതുപോലെ 5 പേരെ എടുത്താൽ 5 പേര് ഡിഫറന്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പലരും വി ആർ യുണീക്ക് ആൻഡ് സ്പെഷ്യൽ. കർത്താവ് നമ്മളെ വളരെ യുണീക്ക് ആയിട്ട്, സ്പെഷ്യൽ ആയിട്ട് കർത്താവ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പോലെ എനിക്ക് അവരുടെ അത്രയും കളറില്ല, എനിക്ക് അത്രയും ഹൈറ്റ് ഇല്ല, എനിക്ക് അത്രയും നന്നായി പാടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര നന്നായിട്ട് കീബോർഡ് വായിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റവരുടെ അത്രയും നന്നായിട്ട് വേറെ എന്തെങ്കിലും പല കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഇനാഡിക്വസി നമ്മൾ അങ്ങനെ ഫീൽ ചെയ്ത് നമ്മളെ തന്നെ കണ്ടം ചെയ്യുന്നത്, അത് ദാറ്റ് ഇസ് നോട്ട് എ ഹെൽത്തി വേ. മറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞത് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, കർത്താവിന്റെ കൃപയാൽ ഞാൻ ആയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കണ്ടം ചെയ്ത് അങ്ങനെ ചിന്തിക്കുകയാണ്, ഐ എം യുണീക്ക് ആൻഡ് സ്പെഷ്യൽ, ഐ എം ഗോഡ്സ് ബിലവഡ്, കർത്താവ് സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ് ഞാൻ. പല കാര്യങ്ങളിൽ നമുക്ക് സാധാരണ ഈ കോംപ്ലക്സസ് വരുന്നുണ്ട്. ലുക്സ്, കളർ, ഹെയർ, കാസ്റ്റ്, വെൽത്ത്, ഹൈറ്റ്, അല്ലെങ്കിൽ ഒബീസ് ഓൺലി, ചിലപ്പോൾ വണ്ണം കൂടി വണ്ണം കുറഞ്ഞു, ടാലൻസ് അത്ര നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പാടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ, ടെമ്പറമെന്റ്, ചിലപ്പോൾ വളരെ ഷൈ, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇടപെടാനൊക്കെ കുറച്ചൊരു മടിയുള്ള, ചിലർക്ക് പെട്ടെന്ന് വേറെ ഇടപെടുന്ന ഒരു പ്രകൃതമായിരിക്കും. ഏത് പ്രകൃതമായാലും നമ്മൾ വി ആർ യുണീക്ക് ആൻഡ് സ്പെഷ്യൽ. കർത്താവ് നമ്മളെ സ്പെഷ്യൽ ആൻഡ് യുണീക്ക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് അവർ സെൽസ് ഗോഡ് ഹാസ് അക്സെപ്റ്റഡ് അസ്. കർത്താവ് നമ്മളെ യുണീക്ക് ആയിട്ടാണ്. നോബഡി ലവ്സ് മീ, ഐ ആം അലോൺ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്വയ സഹതാപത്തിലോട്ട് പോകാതെ ഐ കോണ്ട് ഡു ഇറ്റ് എന്നുള്ളത് മാറ്റി ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു എവറിത്തിങ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്ന് എവിടെ പറയുന്നത്? ഫിലിപ്പിയൻസ് 4:13. ഫിലിപ്പിയൻസ് 4:13 എന്താ പറയുന്നത്? ഫിലിപ്പിയൻ 4:13 എന്നെ ശക്തനാക്കുന്ന മുന്നാതിന് ഞാൻ
ചിലതിൽ മതിയാവില്ല. അപ്പം കർത്താവ് എന്തൊക്കെ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസവും ബോധ്യമൊക്കെ നമുക്ക് വേണം. പിന്നെ ഒരു ഒരു വലിയ ടോപ്പിക് സെക്ഷൽ അബ്യൂസ് എന്നൊക്കെ വളർന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ചിലരുടെ കൊച്ചുനാളിലൊക്കെ വളർന്നു വരുന്ന പ്രായത്തിലൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള പല ടച്ചുകളും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും. അതിന്റെ ചില ട്രോമാറ്റിക് മെമ്മറീസ്, ഞാൻ കാരണമാണോ എനിക്ക് അങ്ങനെ പറ്റിയത്, എന്റെ കുറ്റമാണോ എന്റെ തെറ്റാണോ, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതൊക്കെ ഒരു ട്രോമാറ്റിക് റിമൈൻഡേഴ്സ് ആയിട്ട്, ഒരു കുറ്റബോധമായിട്ടൊക്കെ ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മളത് മനസ്സിലാക്കി ദൈവം അറിയാതെ അനുവദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചിലപ്പോൾ നമ്മളുടെ പുറമെ നമ്മുടെ അറിവില്ലായ്മയുടെ പ്രായത്തില് എന്തെങ്കിലുമൊക്കെ ചെയ്ത കാര്യങ്ങളോ മറ്റുള്ളവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് കർത്താവിനെ എഴുത്തൽ കഴിഞ്ഞപ്പെട്ട് അതൊരു ക്ലോസ് ചാപ്റ്റർ ആയിട്ട് കർത്താവ് നമ്മളുടെ എന്തെങ്കിലും കുറവാണെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ കുറവായിരിക്കും, ഉയർന്നാണ് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തായിരിക്കും. പക്ഷെ അതന്നെ പേഴ്സൺ റിലീസ് ആൻഡ് നിങ്ങളുടെ പേരൻസിനോട് എനിക്കത് ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ അത് പറയാം. ഇനിയിപ്പം എനിക്ക് അവരോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെ എവിടെയെങ്കിലും ഒരു കൗൺസിലിംഗ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തതിന് കുഴപ്പമില്ല. ഈ ഗുഡ് ടെസ്റ്റ് ബാഡ് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങളുടെ സ്കൂളിൽ തന്നെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം അല്ലേ. ഗുഡ് ടെസ്റ്റ് ബാഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് Corinthians 7:1 പറഞ്ഞ ഒരു മനുഷ്യൻ സ്ത്രീയെ തൊടാതിരിക്കുന്നതിന് നല്ലതെന്നാണ്. നോ ടച്ച് എന്നുള്ളതാണ് വചനത്തിന്റെ സ്റ്റാൻഡേർഡ്. നമ്മള് ടച്ച് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ്. ഒന്ന് വെറുതെ 7-ന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? Now concerning the things about which you wrote, it is good for a man not to touch a woman. സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലതെന്ന് പറയുന്നത് വെച്ചാൽ അങ്ങനെ നോ ടച്ച് ആണ് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവർ നമ്മളെ നമുക്ക് അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മളെ തൊടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആയിട്ട് ഇരിക്കാന് നമ്മള് നിന്ന് കൊടുക്കരുത്. നമ്മുടെ ബോഡി പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആലയമാണ്. അത് അത് സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കണം. അത് ബാക്കിയുള്ളവരുടെ വിബ്സ് ആൻഡ് ഫാൻസീസൊക്കെ അവർ പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത രീതിയിലൊക്കെ ഉള്ള പല ആൾക്കാരും നമ്മളുടെ ചുറ്റുമുണ്ട്. അതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട്, അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എല്ലാം അങ്ങനെയുള്ള പല എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കുറ്റബോധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും കൗൺസിലിങ്ങിനൊക്കെ വരാറുണ്ട് പല കാര്യങ്ങൾ. പിന്നെ ഫേസിങ് ഫെയിലിയർ എന്ന് പറയാൻ എന്താ, നമ്മള് ശരിയാണ് അംബീഷ്യസ് പഠിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നതല്ല. പക്ഷേ ചിലപ്പോൾ ചില ഫെയിലിയേഴ്സ്, ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച അത്ര ഒരു മാർക്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയം വേണം. പലപ്പോഴും പല കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ വീട് വിട്ട് ഇറങ്ങി പോകുന്നു, അല്ലെങ്കിൽ വേറെ പല കടുങ്കൈകളൊക്കെ ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഫെയിലിയർ തന്നെ അല്ലെങ്കിൽ ഫെയിലിയറോ കറക്ഷനോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. ശരിയാണ്, ചിലപ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാട് വരും. എങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മുടെ യോസൽ കണ്ടത് മൈറ്റി ഹാൻഡ് ഉണ്ട്. അതായത് നമ്മളതിനെ താഴ്ത്തി കർത്താവ് അവിടെ അറിയാതെ ഇങ്ങനെ ഒരു വീഴ്ച വന്നു, അല്ലെങ്കിൽ പരാജയം വന്നു, നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചില ഫെയിലിയേഴ്സ് ആയിരിക്കും, ചില കറക്ഷൻസ് ആയിരിക്കും. അത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ദൈവമുമ്പാകെ നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവ് ഇതിലൂടെ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഇവിടെ പറയുന്നേ റോമൻസ് 8:28. ആ നന്മ എന്താണെന്ന് നമ്മളെപ്പോഴും പറയുന്നേ, യേശുവിനെ പോലെ ആവുന്നതാ ആ നന്മ എന്നായിട്ട് തൊട്ടടുത്ത് വാക്ക് റോമൻസ് 8:29. എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സോ നമുക്ക് ഫ്രസ്ട്രേഷനോ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ എന്തിനു വേണ്ടി യേശുവിനെ പോലെ അധികമാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മളെ ചിലരെ ഒറ്റപ്പെടുത്തുന്നു, നമ്മളെ ചിലർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ചില പേരൻസ് നമ്മളെ ചിലപ്പോൾ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്ന പോലെ. ഇപ്പൊ ചിലർ പറയുമോ എന്റെ അനിയനോടും അനിയത്തിയോടും മാത്രമേ സ്നേഹമുള്ളൂ, എന്നോടൊട്ട് സ്നേഹമില്ല. ഞാൻ പലരൊക്കെ കൗൺസിലിംഗ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ഒത്തിരി കഥകൾ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു മോളെ അവിടെ കുറച്ച് കിലോമീറ്റർ മാറിയല്ലോ, അപ്പൊ ഇങ്ങനെ കൗൺസിലിംഗ് ആയിട്ട് വന്നിട്ട് വീട്ടിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. ഇപ്പൊ കൊച്ചിനൊരു 10-20 വയസ്സ് പ്രായം കാണും. വീട്ടിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. മൂത്ത മോളാണ്. പക്ഷെ എന്താ ഞാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം വെച്ച് എന്തെങ്കിലും മനസ്സിന് വല്ലാതെ പ്രയാസമൊന്നുമില്ല, മാനസിക രോഗമാണായിരുന്നു. പക്ഷെ പറഞ്ഞു വരുമ്പോൾ മാനസിക രോഗമൊന്നുമില്ല. വീട്ടില് അച്ഛനും അമ്മയ്ക്ക് അനിയനോട് അനിയത്തിയോട് സ്നേഹം പുള്ളിക്കാരുടെ വിചാരത്തില്ല. അത് ചില സത്യവും കാണുമായിരിക്കും. പക്ഷെ എങ്കിലും ഓരോ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പക്വത ഇല്ലാത്തൊരു അവസ്ഥ. ചില ഫെയിലിയേഴ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ്. അപ്പൊ നമ്മളെ കൂടെ യേശുവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള നമ്മളതിനെ താഴ്ത്തി ഓരോ സിറ്റുവേഷനും ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം അധികമായിട്ട് നമ്മളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കും, ശക്തിപ്പെടുത്തു, ബലപ്പെടുത്തു, നമ്മളെ കൂടുതൽ ബ്ലെസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ദൈവത്തിന് സാധിക്കും. നമ്മൾ മറ്റുള്ളവരുടെ കമ്പയർ ചെയ്ത് എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ, എനിക്ക് അങ്ങനെ ആയില്ലല്ലോ, നമ്മള് ഐ ആം യൂണീക്ക് ആൻഡ് സ്പെഷ്യൽ എന്നുള്ളൊരു, ഞാൻ യൂണീക്കാണ്, ഞാൻ മറ്റുള്ളവരെ സ്പെഷ്യൽ, കർത്താവിന്റെ ഓൾ ആർ സ്പെഷ്യൽ ടു ഗോഡ്, ഐ എം ഓൾസോ സ്പെഷ്യൽ ടു ഗോഡ്. അപ്പൊ ആ ഒരു നമ്മളെ കുറിച്ചൊരു ലോ സെൽഫ് എസ്റ്റീം, ഒരു കോണ്ടംനേഷൻ, ഒരു നമ്മളതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഇതിലേക്ക് നമ്മൾ പോകരുത്.
ഫെയിലിയർ ഇസ് സക്സസ് ഇഫ് വി ലേൺ ഫ്രം ഇറ്റ്. നമ്മള് ഒരു ഫെയിലർ ആണെങ്കിൽ അത് എപ്പോഴാണ് ഒരു വിജയമായി തീർന്നു വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാണെങ്കിലാണ്. സൂയിസൈഡ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു പോകാൻ വഴിയില്ല. നമ്മുടെ എന്തെല്ലാം ഫ്രസ്ട്രേഷൻ, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും വൈ നോട്ട് സൂയിസൈഡ്, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്ന കുഞ്ഞുങ്ങളല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ദൈവകുമാരനെ അത് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. വൈ നോട്ട് സൂയിസൈഡ് സിറ്റുവേഷൻ നമുക്കിപ്പം വല്ലാത്ത ഒരു പ്രയാസത്തിലായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കളയാൻ തോന്നും. പക്ഷെ സിറ്റുവേഷൻ ചേഞ്ച്, ഇതും മാറും, എല്ലാം മാറും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട്. കാര്യങ്ങളൊക്കെ ദൈവം മാറ്റി മറിക്കും. ചിലപ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ കാര്യങ്ങളൊക്കെ ദൈവം മാറ്റുന്നുള്ളൊരു വിശ്വാസം. ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ നോക്കി എന്നിട്ട് മരിച്ചില്ല. പക്ഷെ അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസും അതിന്റെ ഗിൽറ്റും അതിന്റെ കുറ്റബോധവും നാണക്കേടും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് മരിച്ചെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവരെയൊക്കെ വിഷമിപ്പിച്ച് നമ്മളെ അങ്ങോട്ട് പോകാനാണ്. അവസാനം പിന്നെ നമ്മള് ജീവിതത്തിന് മുമ്പാകെ ഒരു കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളാണ് നമ്മളെ മനസ്സിലാക്കി അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക. റിബല്യൻ അഗൈൻസ്റ്റ് പേരൻസ്, ടീച്ചേഴ്സ്, അതർ അതോറിറ്റീസ്. നമ്മുടെ ചുറ്റും അതുപോലെയൊക്കെയുള്ള ഒരു യുവതലമുറയാണ് ഉള്ളത്. ബാക്കിയുള്ളവരെ എല്ലാവരും മത്സരിക്കും, ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവരുടെ മധ്യത്തില് നമുക്ക് മേലെ വെച്ചിരിക്കുന്ന അതോറിറ്റീസ്, നമ്മുടെ പേരൻസ്, നമ്മുടെ ചർച്ചിലെ എൽഡേഴ്സ്, നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമ്മുടെ ബോസ്, അവർക്ക് ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡ് കൂടി ഒരു കീഴടങ്ങുന്ന ഒരു മനോഭാവത്തോടുകൂടി നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ജീസസ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസിനെ സബ്മിറ്റ് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത് അല്ലെ. ജോസഫ് ആൻഡ് മേരി ഒരു സാധാരണ മനുഷ്യരായിരുന്നു. കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവമായി കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ചെയ്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്തതാണ്. ഒരു ബ്ലെസ്സിങ് ഉണ്ട്. നമ്മൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചില പേരൻസ് ചിലപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെങ്കിൽ because my papa says so, because my papa and mama says so, I just obey that ഞാൻ അനുസരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ സെൽഫ് ഫീൽ, നമ്മുടെ സ്ട്രോങ് ഈഗോയിൽ ഒരു പ്രയാസമായിരിക്കും. പക്ഷെ നമ്മളവിടെ അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രീഡത്തിലേക്ക് നമ്മൾ വരും. സറണ്ടർ ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മളെ നിറയ്ക്കും. അപ്പൊ ദൈവം നമുക്ക് അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയും ബലവും ദൈവം നമുക്ക് തരും. പിന്നെ ബാക്കിയുള്ളവര് ഇതിന് നേരെ മുമ്പ് നമ്മള് ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ പറഞ്ഞത് ചിലപ്പം ചിലരുടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്യുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്. അതൊരിക്കലും ക്രിസ്ത്യനായിട്ടോ വെച്ചുള്ള ഞാൻ പറയേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവരെ നമ്മള് അവരെ കളിയാക്കുന്നു, കളിയാക്കിച്ചിരിക്കുന്നു, ഇങ്ങനെ കരട്ടൊക്കെ വിളിക്കുന്നു, അങ്ങനെയുള്ള ബുള്ളിങ്. അത് നമ്മളെ ഫേസ് ചെയ്താലാവട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ബുള്ളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ തെറ്റ്? കർത്താവ് പറഞ്ഞൊരു വാക്ക് ചെയ്തു ഇവിടെ പറഞ്ഞേ, ഓൾവേസ് ട്രീറ്റ് അതേഴ്സ് ഇൻ ദ സെയിം വേ ആസ് യു വുഡ് ലൈക്ക് അതേഴ്സ് ടു ട്രീറ്റ് യു. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറണം. എവിടെ പറയുന്നേ? മാത്യു 7:12, മത്തായി 7:12 ഗിരിപ്രഭാഷണത്തിൽ കർത്താവിലെ പറഞ്ഞത്. ബാക്കിയുള്ളവരിപ്പം നമ്മളെ എല്ലാവരും കളിയാക്കണമെന്നോ ഇരട്ടപ്പേര് വിളിക്കണമെന്നോ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെ അതുപോലെ കളിയാക്കാനോ പുച്ഛിക്കാനോ തലവെക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കുഴിക്കുന്ന കുഴി നമ്മൾ തന്നെ വീഴുമെന്ന് സദൃശവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്. അതെവിടാന്ന് അറിയാമോ? സുദർശനിക്ക് 26-ാം അധ്യായത്തില് Proverbs 26-ല് 26-27 അധ്യായത്തിൽ 27-ാമത്തെ പറഞ്ഞത്, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവന്റെ മേലെ അത് തിരിഞ്ഞു വീഴും. He who digs a pit will fall into it, and he who rolls a stone it will come back on him. നമ്മള് ബാക്കിയുള്ളവരെ എന്തെങ്കിലും അവനൊരു പാഠം പഠിപ്പിക്കണം, കുറച്ച് പാഠമാണ്. അത് ജീവിതത്തിൽ വചനം പറയുന്നത് വെച്ചാൽ നമ്മള് വേറെതാക്കി വേണ്ടി ഒരു കുഴി പിടിച്ച് ആരായിരിക്കും അതിനകത്ത് വീഴാൻ പോകുന്നേ? അതിനുവേണ്ടി നമ്മൾ തന്നെ ആയിരിക്കും വീഴാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന് മുമ്പാകെ ന്യായവിധിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മള് അങ്ങനെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകരുത്. പിന്നെ മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള കുറച്ച് സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഞാനൊന്ന് വായിച്ചു പോവാം. വല്ലാത്ത മനോവിഷമം, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുന്നു, വല്ലാത്ത ക്ഷീണം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചിലപ്പോൾ മാനസികാരോഗ്യത്തിന്റെ, ഞാൻ സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയുക. മറ്റുള്ളവരുടെ ഇടപെടലുകളുടെ ബുദ്ധിമുട്ട്, ഉറക്കത്തിനുള്ള പ്രോബ്ലം, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകളും അങ്ങനെയൊക്കെയുള്ള ഭീഷണികളും ശ്രമങ്ങളും, മാനസിക സമ്മർദ്ദങ്ങള്, ആകുല ചിന്തകള്, സംസാരം വളരെയധികം കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ മനസ്സിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളായിട്ട് വരാം. അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ശ്രദ്ധയിലുള്ള പ്രോബ്ലംസ്, വിശപ്പില്ലായ്മ, ഭയം, സംശയം, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നത് മനസ്സിന്റെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കുറച്ച് ഞാനൊരു സൈക്യാട്രിയും കൂടെ കുറച്ച് ചേർത്ത് പറയുവാണ്.
ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെയൊക്കെയുള്ള ഒരു നീഡോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും, നിങ്ങളുടെ കൂട്ടുകാർക്കായിരിക്കും, നിങ്ങളുടെ ഫാമിലിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് തിങ്. ചില ട്രോമാറ്റിക് റിമൈൻഡേഴ്സ്, ചില കാര്യങ്ങൾ നടന്നതിനെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന ഓർമ്മകള്, അതുപോലുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഹൈപ്പർ വിജിലൻസ്, ആവശ്യത്തിലധികമുള്ള ജാഗ്രതയും ഞെട്ടലുകളും, വൈകാരിക മരവിപ്പ്, പിന്നെ കോപം നിയന്ത്രിക്കുന്നതിനുള്ള പ്രശ്നം, ഇപ്പോഴും ദേഷ്യം, ടെൻഷൻ, വെപ്രാളം, അൺഎക്സ്പ്ലെയിൻ ഫിസിക്കൽ സിംറ്റംസ്, ശാരീരിക കാരണങ്ങൾ ഇല്ലാതെയുള്ള ശാരീരിക ലക്ഷണങ്ങൾ. ചിലപ്പോൾ ഭയങ്കര ടെൻഷനും തലവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ശാരീരികമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല. അവസാനം നോക്കുമ്പോൾ മനസ്സിന് ടെൻഷൻ കാരണം പലപ്പോഴും ശരീരത്തിലുള്ള പല സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, തന്നെ ചിരിക്കുമ്പോൾ ശബ്ദങ്ങൾ കേൾക്കുന്നു, തന്നെ സംസാരിക്കുന്നത് ചിരിക്കുന്നു, അങ്ങനെയുള്ള ചില അവസ്ഥകൾ, അക്രമ സ്വഭാവം, അകാരണമായിട്ടുള്ള സംശയങ്ങള്, ശാരീരിക ശുചിത്വം പാലിക്കാതിരിക്കുന്നത്, ജോലിയോ പഠിത്തമൊന്നും കാരണം കൂടാതെ ഒന്നും ചെയ്യാതിരിക്കുന്നത്, മറ്റുള്ള വേറെ ഏതോ നമ്മളെ നിയന്ത്രിക്കുന്നതാണെന്നുള്ള ഒരു തോന്നല്, മറ്റു വിചിത്രമായ അനുഭവങ്ങൾ, സ്വഭാവങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യങ്ങളായിട്ട് വരാം. പിന്നെ ഓർമ്മയിലുള്ള പ്രശ്നങ്ങൾ, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് കൈ കഴിക്കാനും കഴിക്കാനും മതിയാവില്ല, വീണ്ടും വീണ്ടും കൈ എഴുതിക്കൊണ്ടേയിരിക്കും. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊക്കെ പറയും. ഞാൻ കൈ എഴുതുന്നതായിരിക്കും, ചിലർക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രാവശ്യം ഇപ്പൊ മൊബൈൽ ഒന്ന് നോക്കും, പിന്നെ നോക്കുന്നു, പിന്നെ നോക്കുന്നു, കഥ അടച്ചു വന്ന് ഒരു പ്രാവശ്യം അടയ്ക്കുന്നു, രണ്ടാമത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അടച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പമില്ല. നമ്മുടെ ഒരു പെർഫെക്ഷനിസത്തിന് വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊക്കെ പറയും. അത് ഈ ആൻസൈറ്റിയുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് അങ്ങനെയുള്ള ചില റെക്കറന്റ് തോട്ട്സും അത് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള റെക്കറന്റ് ബിഹേവിയേഴ്സും ഒക്കെ മനസ്സിന് ആരോഗ്യ പ്രശ്നമായിട്ടൊക്കെ വരാം. പിന്നെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഓർമ്മയിലുള്ള പ്രശ്നങ്ങൾ, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളോ അതിനെക്കുറിച്ചുള്ള ചില അഡിക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ ആൽക്കഹോൾ, സബ്സ്റ്റൻസ് യൂസ്, ഫോണോഗ്രഫി, ഇന്റർനെറ്റ് അഡിക്ഷൻസ്, വീഡിയോ ഗെയിം അഡിക്ഷൻസ്, വ്യക്തിത്വ വൈകല്യങ്ങൾ, സ്വഭാവത്തിലുള്ള ചില മറ്റുള്ളവരുടെ ഇടകളൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില വ്യക്തിത്വ വൈകല്യങ്ങൾ, വ്യക്തിബന്ധങ്ങളിലുള്ള ഉലച്ചിലുകൾ, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹ ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെ കരിയർ, ജോബ് റിലേറ്റഡ് പ്രോബ്ലംസ്, ലേണിംഗ് പ്രോബ്ലംസ്, അങ്ങനെ പിന്നെ കുറ്റബോധം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ അതൊക്കെ മനസ്സിന്റെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊക്കെ വരാം. സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ ഇനിയും പറയാൻ പോകുന്നില്ല, പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളിയിൽ നിന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ എന്റെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ഇതിനെ കുറിച്ചൊക്കെ അതിന്റെ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ അദ്ദേഹത്തെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ചുകൂടെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് നമ്മളെല്ലാവരും നമ്മുടെ തോട്ട് പാറ്റേൺ ഒന്ന് റീഫ്രെയിം ചെയ്യുന്ന കാര്യവും നമ്മുടെ ബിഹേവിയേഴ്സിൽ കൊണ്ടുവരാവുന്ന മാറ്റങ്ങളുടെ കാര്യമൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർക്കാം, തോട്ട്, ഇമോഷൻ, ബിഹേവിയർ, ഈ ഒരു കോഗ്നിറ്റീവ് ട്രയാങ്കിൾ. പലപ്പോഴും നമ്മുടെ ഇമോഷൻസിലെ പലപ്പോഴും ഭയങ്കര ടെൻഷനും വെപ്രാളൊക്കെ ഫേസ് ചെയ്യുന്നപ്പോൾ അതിന് അണ്ടർലൈൻ ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് റീഫ്രെയിം ചെയ്യുകയും നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സിനെ മാറ്റി പോസിറ്റീവായിട്ട് ചില ബിഹേവിയേഴ്സ്, ചിലപ്പോൾ നമ്മുടെ മനസ്സിന് റിലാക്സ് ചെയ്തിട്ടുള്ള ചില നല്ല ഹോബീസോ, നല്ല ഫ്രണ്ട്സ്, നല്ല ഫെലോഷിപ്പ്, ഗുഡ് ടൈം വിത്ത് പ്രേയർ, കർത്താവിനോടുള്ള ഫെലോഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഗുഡ് ബിഹേവിയേഴ്സും പിന്നെ തോട്ട് പാറ്റേണിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ റീഫ്രെയിം ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷണൽ ലെവലിൽ ഒത്തിരി വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു തോട്ട് പാറ്റേൺ ഒന്ന് റീഫ്രെയിം ചെയ്യുന്ന കാര്യമാണ് എല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മളുടെ തോട്ട് പാറ്റേൺ ഒന്ന് റീഫ്രെയിം ചെയ്യും. ദൈവത്തിന്റെ കർത്താവിന്റെ കൺട്രോളിലായില്ല, എല്ലാ ഭാരങ്ങളൊക്കെ കർത്താവിന് ഇട്ട് കൊടുക്കുന്നു, എന്തെല്ലാം നന്മകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ആ തോട്ട്സ് ദൈവജന പ്രകാരം നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊത്തിരി ഫ്രീ ആവാൻ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മള് വീട്ടിലുള്ള ചിലർക്ക് വല്ലാത്തൊരു നമ്മളുടെ ജീവിതത്തിലോ നമ്മുടെ അടുത്തുള്ള ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കും, ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കും, ദൈവം എന്താ ഇങ്ങനെ അനുവദിച്ച് നമുക്ക് ചിലപ്പോൾ വല്ലാത്തൊരു പ്രയാസവും വേദനയൊക്കെ ആയിരിക്കും. പക്ഷെ കർത്താവ് അറിയാതെ അനുവദിക്കാതൊന്നും വന്നിട്ടില്ല. ദൈവം എല്ലാം നന്മയ്ക്ക് ഉണ്ടാക്കി തീർക്കും. ദൈവം എനിക്കത് സഹിക്കാണ്ട് ദ്രവം തരും. അതാണ് ദൈവം എല്ലാം അങ്ങനെ ദൈവജന പ്രകാരം നമ്മളുടെ ചിന്തകളെ റീഫ്രെയിം ഒക്കെ ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ വലിയൊരു സമാധാനം, ദൈവത്തിന് പ്രത്യാശയൊക്കെ വരാനൊക്കെ ഇടയാക്കും. എന്റെ നമ്പർ ഇതിനകത്തുണ്ട്, 8838958232 എന്നുള്ള നമ്പറാണ്. നിങ്ങൾ റീസോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദ്യങ്ങള് നമ്മളൊന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിപ്പോ ആദ്യം കർത്താവിന്റെ ആ സ്നേഹത്തെ കുറിച്ചും ക്രൂസിൽ നമുക്കായിട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പല പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു.
അതൊക്കെ നമുക്ക് നിത്യക്ക് പ്രയോജനമായിട്ട് തീരണം. നമുക്ക് ദൈവമുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് ഒരിക്കലായിട്ട് മാറിക്കൊടുക്കുന്നില്ല, നിരന്തരമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവിടുന്ന് തന്നെ എന്നെ നിയന്ത്രിക്കണം, അവിടത്തേക്ക് എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ എന്തായാലും അവിടുത്തെ ഇഷ്ടപ്രകാരം നയിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സീറോ ആയിട്ട് ദൈവമുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അപ്പോഴാ കർത്താവിന്റെ ജീവൻ നമ്മളിലൂടെ മാനിഫെസ്റ്റഡ് ആവാൻ, യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ഒരു ദിവസം കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. അധികമായിട്ട് നമ്മളെ കാണുന്നവർക്ക്, മറ്റുള്ളവർക്ക് യേശുവിന്റെ ഒരു സ്വഭാവം നമ്മളിൽ വെളിപ്പെടാനായിട്ട് കർത്താവിന്റെ ഒരു സ്നേഹവും താഴ്മയും മനസ്സിലും കർത്താവിന്റെ ആ ഒരു തീക്ഷ്ണതയും താല്പര്യവും എല്ലാം മറ്റുള്ളവർക്ക് നമ്മളെ കാണുന്നവർക്ക് കർത്താവിനെ കാണാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ കൂടെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ സ്നേഹം പിതാവേ ബുദ്ധിമുട്ടായിട്ട് എല്ലാം സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും അങ്ങ് പേരുവരായിട്ട് അനുഗ്രഹിച്ചായിട്ട് അവിടുത്തെ അണുപ്പള്ളത്തിരിക്കുന്നത് കർത്താവെ അവിടെ നിന്ന് സ്പർശിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവെ അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങളും എല്ലാം അവർക്ക് നേരിട്ട് കൊടുത്ത് വളരെ ഫ്രീ ആയിട്ട് കർത്താവെ മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരെ വിചാരിക്കും, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ എല്ലാം മാറ്റി വെച്ച് കർത്താവെ അവർക്ക് മുമ്പായുള്ള ഒരു ജീവിതം കർത്താവെ അത് തുടങ്ങാനും അങ്ങനെ മുമ്പോട്ട് ജീവിക്കാനും ഒക്കെ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവെ ഞങ്ങളുടെ വീഴ്ചകളും പ്രയാസങ്ങളും കുറവുകളും എല്ലാം അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങളുണ്ടെങ്കിലും കൂടി വന്ന് അങ്ങോട്ട് ഏറ്റു പറഞ്ഞത് ഉപേക്ഷിക്കുവാനുള്ള ഉപകരണം ആഴത്തില് ഒരു ദിവസവും മാനസാന്തരപ്പെടുവാൻ ഇവിടെ എത്ര വലിയൊരു യാഗമാണ്. അവസാന ഒരു ലക്ഷ്യവും എനിക്കായിട്ട് ചെല്ലുവാനായിട്ട് അവിടുന്ന് എന്തെല്ലാം സഹിച്ചു. നിത്യമായിട്ടുള്ള നരകാഗ്നിയെ അവിടുന്ന് കർത്താവെ അവര് വെന്തിരിഞ്ഞല്ലോ, എനിക്കായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റല്ലോ. കർത്താവെ അവിടുത്തെ ആ സ്നേഹത്തെ കാണുവാനും അവിടുന്ന് എന്നെ നടത്താൻ മതിയാണെന്ന് വിശ്വസിക്കാനും ഒക്കെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ അനുഗ്രഹിച്ചാൽ അവർക്ക് പഠിത്തത്തില്, അവരുടെ ജോലിയില്, അവരുടെ വീട്ടില്, അവരുടെ സഭയിലായിരിക്കുമ്പോഴെല്ലാം നല്ല കുഞ്ഞുങ്ങളായിട്ട് പല മാതൃകകളുള്ളവരായിട്ട് മറ്റുള്ള ലോകത്തിന്റെ പല ചതികുഴികളും ഒക്കെ ഞങ്ങൾ കേൾക്കേണ്ട പല റിലേഷൻഷിപ്സും സബ്സ്റ്റൻസ് യൂസും പിയർ പ്രഷറും പല പല പ്രശ്നങ്ങളും പല അഡിക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ള വല്ലാത്തൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ അവർക്കെല്ലാം അവിടെ നിഷ്കളങ്ക മക്കളായിട്ട് കർത്താവെ അവിടുത്തെ മുമ്പാകെ കർത്താവെ ആയിരിക്കാൻ അവിടുത്തെ സഹായിച്ചാട്ടെ. കർത്താവെ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. അവിടുത്തെ വചനത്തിൽ വീഴുന്നത് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനത്തിനുള്ള ദാഹം നിറയണം. എല്ലാ ദിവസവും അടുത്ത വചനം മെഡിറ്റേറ്റ് ചെയ്യുവാനും കർത്താവെ ആ വചനം ആഴത്തിൽ വേരുകൊള്ളുവാനും ഞങ്ങളെ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാൽ ഇത്ര സമയം കുറിപ്പിച്ച് തന്നല്ലോ. ശ്രദ്ധയോട് കേട്ടപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാം കർത്താവിന്റെ വിലയേറിയ മാതൃകയുള്ള നാമത്തിൽ. ആമേൻ.